പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഓരോ ഭാഗങ്ങളും ജീവോൽപത്തി മുതൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്ര സമൂഹം വരെ ജീവോൽപത്തി മുതൽ സമുദ്രജലത്തിലെ പ്രോട്ടോപ്ലാസം സംഭവിച്ചിട്ട് അതിൽ നിന്ന് അമീബയുണ്ടാകുന്നു, അതിൽ നിന്ന് ജീവന്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നു. അതുകൊണ്ട് ജീവന്റെ ഉൽപ്പത്തി വെള്ളത്തിൽ നിന്നാണ് എന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തി. ഈ ശാസ്ത്രം ജനിക്കുന്നതിന്റെ 14 മുമ്പ് ഇസ്ലാം പരിശുദ്ധ ഖുർആനിലൂടെ നബി തങ്ങൾ സ്വഹാബത്തിനെ കേൾപ്പിക്കുകയാണ്, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ ജനസ്സുകളെയും വേർതിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് തന്നെ കിട്ടി അന്നസമാ വൽ അർള കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ. നിങ്ങൾ കാണുന്നില്ലേ, ഭൂമി ആകാശം ഈ സാധനങ്ങളെ ഒട്ടിപ്പിടിച്ചതായിരുന്നു. അവിടെയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന ഒരു പൊട്ടിത്തെറി സംഭവിക്കുന്നത്. ആ പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചം ചിതറിപ്പോകുന്നത്. വ്യാഴം വ്യാഴത്തിന്റെ വഴിക്ക്, ശുക്രൻ ശുക്രന്റെ വഴിക്ക്, യുറാനസ് യുറാനസിന്റെ നെപ്റ്റ്യൂണിന്റെ വഴിക്ക്, ചൊവ്വ ചൊവ്വയുടെ വഴിക്ക്, ചന്ദ്രൻ ചന്ദ്രന്റെ വഴിക്ക്, ഭൂമി ഭൂമിയുടെ വഴിയെ. എല്ലാത്തിനെയും നമ്മൾ വേർപ്പെടുത്തി. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള സകല വസ്തുക്കളെയും നാം പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യ നമ്മളൊക്കെ ഇങ്ങനെ കടന്നു വന്നവരാണ്. ഇനി മനുഷ്യന്റെ ഉൽപ്പത്തി ശാസ്ത്രം അതിനെപ്പറ്റി പറഞ്ഞത് സൈക്കോട്ട്, ഒരു തുള്ളിക്കൊണ്ടിരിക്കുന്ന സൈക്കോട്ട്. ഈ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പിന്നെ ഒരു രക്തപിണ്ഡത്തിലേക്ക് മനുഷ്യൻ മാറുന്നതിനെ പറ്റി. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യ നിന്നെ പഠിച്ചത് അലഖിൽ നിന്നാണ്. മാംസപിണ്ഡമായി നീ മാറുകയാണ്, നുത്ഫത്തായി നീ മാറുകയാണ്. അലം യകുന നുത്ഫതൻ മിൻ മനിയുംനാ, നീ ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ലയോ മനുഷ്യ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിലൂടെ മനുഷ്യോൽപ്പത്തിയെ പറ്റി ഇന്ന് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊന്നും അഹങ്കരിക്കാനുള്ള ഒന്നുമില്ല. അള്ളാഹു തആല നമ്മളെങ്ങനെ പഠിച്ച് ശരിക്കും നമ്മളെ അസ്തിത്വം ചിന്തിക്കണം. എല്ലാ ആളുകളിലേക്കുള്ളൊരു ബോധനാണിത്. നമ്മൾ അസ്തിത്വം ചിന്തിക്കണം. ദുനിയാവിൽ അള്ളാഹു തആല നമ്മളെ ഇത്രയും പരിമിതികൾക്കുള്ളിലാണ് നിർത്തിയിരിക്കുന്നത്. ഇത്ര മൈക്രോൺ, ഇതിൻ്റെ അപ്പുറത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയൂല. റേഡിയേഷൻ അല്ലേ, ഇങ്ങനെ അൾട്രാ വയലറ്റ് രശ്മികളെ പോലും മനുഷ്യന് കാണാൻ സാധിക്കുന്നില്ല. MRI സ്കാൻ നടത്തുമ്പോൾ ഈ വളരെ ഷാർപ്പായിരിക്കുന്ന ഈ രശ്മികളെ കടത്തിവിട്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഞെണുവിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും മാരക രോഗത്തിൻ്റെ വൈറസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ അൾട്രാ വയലറ്റ് രശ്മികൾക്ക് സാധ്യമാണെങ്കിൽ ആ രശ്മികളെ ചിലപ്പം നഗ്ന നേത്രങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ രശ്മികൾ ഇവിടെ ഇല്ല എന്നല്ല. മനുഷ്യ, നിന്റെ കണ്ണിൻ്റെ പരിമിതി അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഇതാ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയുടെ പരിസരത്തായി, അങ്കമാലിയുടെ പരിസരത്തായി 35 ലക്ഷം രൂപയുടെ കവർച്ചയാണ് ഇന്നലെ പുലർച്ചെ നടത്തിയിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ 7 അംഗ സംഘം ATM കൗണ്ടർ കുത്തി തുറക്കുകയും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM കൗണ്ടറിന്റെ ഉള്ളിൽ CCTV ക്യാമറയിൽ പതിയാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിദേശ നിർമ്മിതമായ സ്പ്രേ പെയിന്റ് അടിക്കുകയും അവസാനം അവർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM മെഷീൻ പൊളിക്കുകയും ഒരു മെഷീൻ്റെ അകത്ത് നിന്ന് 15 ലക്ഷവും മറ്റൊരു മെഷീൻ്റെ അകത്ത് നിന്ന് വേറെ കുറച്ച് ലക്ഷങ്ങളും മോഷണം നടത്തി അപഹരിച്ച് ഞൊടിയിടയിൽ പ്രദേശം വിട്ടിരിക്കുകയാണ്. ഈ അവസരത്തിലും ഇവരെ പറ്റിയിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇതുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. പക്ഷേ പോലീസിനെ ആദ്യമായിട്ട് ആശ്രയിക്കേണ്ടി വന്നത് ഡോഗ് സ്ക്വാഡിനെയാണ്, പോലീസ് നായയെയാണ്. പോലീസ് നായ വരണം. അപ്പോൾ ആക്കിലും ബാലിയും ഹുറും മുക്കല്ലഫൊക്കെ ആയ എല്ലാവിധ സർട്ടിഫിക്കറ്റ്, ആയോധന കലകളിൽ ഇത്രയും പദവി തീർത്ത പോലീസുകാരൻ
ബിരുദാനന്തര ബിരുദത്തിൽ ഇത്രയും വലിയ ക്വാളിഫിക്കേഷൻ നേടിയ പോലീസുകാരൻ, താൻ എല്ലാമാണ് എന്ന് എല്ലാവരോടും ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് നമ്മളെ മതവിശ്വാസ പ്രകാരം തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട മുഗല്ലളായ നജസ് നായയെ അതിൻ്റെ ചെങ്ങല പിടിച്ചിട്ട് സഹായം തേടേണ്ടി വന്നു. എവിടെയാണ് പ്രതി, എങ്ങോട്ടാണ് പ്രതി സഞ്ചരിച്ചത്? ഒന്നുമല്ലാത്ത നായയെ നമുക്ക് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു? അപ്പം നമ്മുടെ ലോഫ്, നമ്മുടെ ബലഹീനതയാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻസാൻ കംസോർ ഹേ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലീസ് നായയാണ് പറഞ്ഞത് ഇവരെ വരെ അവർ സഞ്ചരിച്ചിട്ടുണ്ട്, അവിടുന്ന് നായ എങ്ങോട്ട് തിരിച്ചു വരാ ചെയ്തത്. അപ്പം ആ കാര്യം ഗസ് ചെയ്തിട്ടാണ് പോലീസുകാർ അടുത്ത ഇൻവെസ്റ്റിഗേഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നായയുടെ നാസാരന്ധ്രങ്ങൾക്ക്, മൂക്കിന് അല്ലാഹു തആല ദുനിയാവിൽ കൊടുത്ത കഴിവ് മനുഷ്യന്റെ നാസാരന്ധ്രങ്ങൾക്ക് കൊടുത്ത കഴിവിന്റെ 99 ഇരട്ടിയാണ്. നമ്മൾ ഗന്ധം പിടിക്കുന്നതിനേക്കാൾ 99 ഇരട്ടി ഗന്ധം പിടിക്കാൻ നമ്മൾ കല്ലുകൊണ്ട് ആട്ടിയോടിക്കുന്ന പേപ്പട്ടിക്ക് സാധ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ദുനിയാവിന് അല്ലാഹു തആല വാല്യൂ കൊടുക്കുകയാണെങ്കിൽ മനുഷ്യന്റെ വാല്യൂ അല്ലാഹു തആല ഉയർത്തണമായിരുന്നു. ഇല്ല, നമ്മളെ പരിമിതികൾക്കുള്ളിൽ നിർത്തി നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. വേറൊന്നും വേണ്ടല്ലോ. ഈ തുറന്ന നമ്മുടെ ശരീരത്തിന്റെ തുറന്ന സ്ഥലങ്ങളിലൊന്ന് മനുഷ്യനൊന്ന് കൈ വെക്കാൻ പോലും വയ്യ. കണ്ണിൽ കൈ വെച്ചാൽ മ്ലേച്ഛം, ചെവിയുടെ ഉള്ളിലേക്ക് കണ്ണി ഒന്ന് കൊണ്ടുപോയാൽ മ്ലേച്ഛം, മൂക്കിലേക്ക് കൈ വെച്ചാൽ മ്ലേച്ഛം, വായിലേക്ക് കൈ വെച്ചാൽ മ്ലേച്ഛം, തൊട്ടതെല്ലാം മ്ലേച്ഛം, അകവും പുറവും മ്ലേച്ഛം. അതുകൊണ്ടാണ് ഷാഫി ഇമാമിനോട് ഒരു പട്ടാളക്കാരൻ മുഷ്ടി ചുരുട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ അഹന്തയോടുകൂടെ സംസാരിച്ചപ്പോ മഹാനായ ഷാഫി ഇമാം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എന്തിനാണ് സഹോദര എന്നോട് അഹങ്കാരം കാണിക്കുന്നത്? അവ്വലുക നത്ഫത്തുൻ മദിറാ വആഖിറുക ജീഫത്തുൻ ഖദിറാ വഅൻത ബൈനഹുമാ തഹ്മിലുൽ ബദിറാ. അത് വല്ലാത്തൊരു പാഠമായിരുന്നു. അവ്വലുക നത്ഫത്തുൻ മദിറാ വആഖിറുക ജീഫത്തുൻ ഖദിറാ വഅൻത ബൈനഹുമാ തഹ്മിലുൽ ബദിറാ. എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? പട്ടാളക്കാരാ, എന്തിനാണ് നീ എന്നോട് മൂട്ട് കാണിക്കുന്നത്, ധാർഷ്ട്യം കാണിക്കുന്നത്? ആ ധാർഷ്ട്യം കാണിക്കാൻ എന്ത് അവകാശമാണ്, എന്ത് ക്വാളിഫിക്കേഷനാണ് സഹോദര നാഥൻ നിനക്ക് തന്നത്? അവ്വലുക, നിന്റെ തുടക്കം, നുത്ഫത്തുൻ മദിറ, ഒരു മ്ലേച്ഛമായ ഇന്ദ്രിയത്തുള്ളിയാണ്. വളരെ മ്ലേച്ഛം, ശുദ്ധമല്ല, കഴുകിക്കളയേണ്ടത് മ്ലേച്ഛം. അതുകൊണ്ട് മാലിന്യമായ ഇന്ദ്രിയത്തുള്ളിയാണ് നിന്റെ തുടക്കം. വാഖിറുക ജീഫത്തുൻ ഖദിറ, നിന്റെ ഒടുക്കമാണെങ്കിലോ ചീഞ്ഞളിയുന്ന ഒരു ജഡമാൻ, ചീഞ്ഞു നാറുന്ന മലീമസമായ ഒരു ശവമാണ്, ദുർഗന്ധം വമിക്കുന്ന ഒരു മൃതദേഹമാണ്. വിദേശത്തു നിന്ന് പിന്നെ ബന്ധുക്കൾ വരണമെന്നെങ്ങാനും പറയുകയാണെങ്കിൽ ഒരു 12 മണിക്കൂർ കൂടി മയ്യത്തിന് ഇവിടെ വെക്കണം എന്നുള്ള ഓർഡർ കിട്ടുകയാണെങ്കിൽ കോഴിക്കോട് പോയിട്ട്, തിരൂര് പോയിട്ട്, പെരിന്തൽമണ്ണയിൽ പോയിട്ട് ഫ്രീസർ സംവിധാനമുള്ള ഇലക്ട്രിസിറ്റി വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ട് പ്ലഗിന് കുത്തി സ്വിച്ച് ഓൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന വൈദ്യുതീകരണ സംവിധാനങ്ങളുള്ള മയ്യത്ത് കട്ടിൽ വീട്ടിൽ വെക്കേണ്ടി വരികയാണ്. 12 മണിക്കൂർ നേരത്തേക്ക് കൂടി മയ്യത്തായി പോയാൽ നമ്മുടെ ഡെഡ് ബോഡി വീട്ടിൽ വെക്കാൻ സാധ്യമല്ല. ആഖിറുക ജീഫത്തുൻ മദിറ, നിന്റെ ഒടുക്കമെന്ന് പറയുന്നത് ചീഞ്ഞു നാറുന്ന ഒരു മൃതദേഹമാണ് സഹോദര. വഅൻത ബൈനഹുമാ, ആ മനിയ്യ് മുതൽ ജഡം വരെയുള്ള പ്രയാണത്തിന്റെ ഇടയിൽ തഹ്മിലുൽ ബദിറാ, ഈ 2 മ്ലേച്ഛങ്ങൾക്കിടയിൽ നീ ചുമന്നുകൊണ്ടിരിക്കുന്നതും മ്ലേച്ഛം. മ്ലേച്ഛത്തിൽ നിന്ന് തുടക്കം, മ്ലേച്ഛത്തിലേക്ക് അവസാനം. ഈ 2 മ്ലേച്ഛങ്ങൾക്കിടയിൽ നീ വഹിച്ചുകൊണ്ടിരിക്കുന്നതും മ്ലേച്ഛം. എന്നിട്ട് ഈ ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് മനുഷ്യൻ. എത്ര സുന്ദരമാ വാക്ക്! ആ വാക്കിന്റെ സൗന്ദര്യം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അല്ലാഹു തആല ഈ മ്ലേച്ഛങ്ങൾക്കിടയിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവന്റെ കോർവ അല്ലേ പിന്നെ അങ്ങനെ അല്ലാഹു തആല പറഞ്ഞില്ലേ, പിന്നെ മനുഷ്യ ഫീ ഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഒന്നിന് പിറകെ ഒന്ന്. ഒരു സന്ധിയെ ഫിറ്റ് ചെയ്തു, അവിടെ ഒരു വിജാഗിരി സിസ്റ്റം കൊടുത്തു. അതിൻ്റെ മുകളിൽ വേറൊരു സന്ധിയെ ഫിറ്റ് ചെയ്തു, അവിടെ ഒരു വിജാഗിരി സിസ്റ്റം കൊടുത്തു. ഒരു വിരലിന് എത്ര സന്ധി, ഒരു വിരലിന് എത്ര മടക്കുകൾ, കണ്ണിന്റെ ഭാവം, നെറ്റിയുടെ ചുളിവ് പോലും ഒരു ഭാഷയാണ്.
ഈ വിരൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു ഭാഷ, തുറിച്ച നോട്ടത്തിൽ ഒരു ഭാഷ, രൂക്ഷമായ നോട്ടത്തിന് വേറൊരു ആശയം, മന്ദസ്മിതം തൂങ്ങുന്നതിൻ്റെ കൂടെ ലാളിത്യം കലർന്ന ഒരു പശിമയുള്ള ഒരു നോട്ടം നോക്കുമ്പോൾ അതിന് വേറൊരു ഭാഷ. എന്നിട്ട് ഈ മനുഷ്യരൂപത്തിൽ എന്തൊക്കെ ആകാരങ്ങൾ, എന്തൊക്കെ സൗഷ്ഠവങ്ങൾ, എന്തൊക്കെ അനുരാഗങ്ങള്, എന്തൊക്കെ സൗന്ദര്യങ്ങള് അല്ലാഹു തആല പടച്ചിരിക്കുകയാണ്. വാക്കുച്ചരിക്കാൻ നാക്ക്, വാക്കുകളെ മനോഹരമായി കൊണ്ടുപോകാൻ അധരം. അലം നജഅൽ ലഹു ഐനൈൻ, മനോഹരമായ രണ്ട് കണ്ണുകൾ നാം അവന് കൊടുത്തില്ലയോ? അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, ഈ കണ്ണുകളിൽ എപ്പോഴും ആർദ്രതയാണ്, ഈ കണ്ണുകളിൽ എപ്പോഴും നനവാൻ. ഈ കണ്ണ് നനയാതെ പോയാൽ അത് ഡ്രൈ ആയി പോകുന്നതാണ്. ആ നേരത്തെ ഈ കണ്ണിലേക്ക് ഏതെങ്കിലും പൊടിപടലങ്ങൾ കടന്നു വന്നാൽ അത് മാരകമായ വിഷാംശമായി മാറുന്നതാണ്. അത് നിന്റെ കണ്ണിന്റെ പാടയുടെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. ആരാണ് മുഴുവൻ നേരവും നമ്മുടെ കണ്ണിന് നനവ് തന്നത്? വായിന്റെ ഉള്ളിൽ എപ്പോഴും ഉറവ പൊട്ടുകയാണ്. ഈ വായിന്റെ ഉള്ളിൽ ഒരു ഉമിനീരിന്റെ അംശം ഇറക്കി അത് റീസൈക്ലിംഗ് സിസ്റ്റം, റൊട്ടേഷൻ സംവിധാനത്തിലൂടെ വീണ്ടും എവിടെ നിന്നോ ഉമിനീര് പൊടിയാണ്. ഒരു ഉറവ പോലെ, ഒരു പ്രവാഹം പോലെ, ഒരു ജലധാര പോലെ. ഈ വായിന്റെ ഉമിനീരൊന്ന് സ്റ്റോപ്പായി കഴിഞ്ഞാൽ നാക്ക് എവിടെയാണോ കിടക്കുന്നത്, അത് അണ്ണാക്കിനോട് ചേർന്നാണോ കിടക്കുന്നത്, അത് താഴെ അണ്ണാക്കിനോട് ചേർന്നാണോ കിടക്കുന്നത്, അവിടെ ഒട്ടിപ്പിടിക്കും, ഫ്രീസാകും. പിന്നെ മനുഷ്യ ജന്മണ്ടെങ്കിൽ ആ നാവിനെ പൊക്കാൻ നിനക്ക് സാധ്യമല്ല. അതിൻ്റെ ഇടയിലാണ് അലം നജഅൽ ലഹു ഐനൈൻ. ഭദ്രമായ അസ്ഥി കൂടാരത്തിന്റെ ഉള്ളിൽ ഒരു ഫുട്ബോൾ വന്നിട്ട് മുഖത്തങ്ങട്ട് അടിച്ചാലും കണ്ണ് സേഫാണ്. ഭദ്രമായ അസ്ഥി കൂടാരത്തിന്റെ ഉള്ളിൽ നിന്റെ സുരക്ഷിതമായ രണ്ട് കണ്ണുകൾ നാം ഫിറ്റ് ചെയ്തില്ലയോ? നിനക്ക് തന്നെ വലിസാനൻ, നാവ് തന്നില്ലയോ? വശഫതൈൻ, രണ്ട് അധരങ്ങൾ തന്നില്ലയോ? ആ അധരങ്ങളെ കൊണ്ടാണ് സംസാരിക്കുന്നത്. ആ അധരം വിടർത്തുമ്പോഴാണ് പുഞ്ചിരി തൂകുന്നത്. എന്നിട്ട് ഇസ്ലാം പറയാൻ, ഈ ചെറിയ രണ്ട് അധരങ്ങൾ നീ ഒന്ന് വിടർത്തിയാൽ സ്വതക്കയാണ്. എന്തൊരു വലിയ ആശയങ്ങളാണ്. ഒരു വഴിയിലൂടെ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണ് നമ്മൾ. അപ്പം നമ്മളോട് തെറ്റിദ്ധാരണ, നമ്മളെപ്പറ്റി വേറെന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടത്തിയ വേറൊരാൾ ആ വഴിയിലൂടെ തിരിച്ചു വരികയാണ്. നമുക്കും അയാൾക്കും സംസാരിക്കാനുള്ളൊരു അവസരം പോലും കിട്ടിയിട്ടില്ല. ഈ ദുരൂഹതൻ്റെ പേരിൽ നമ്മൾ അയാളോടും അയാൾ നമ്മളോടും സംസാരിക്കാൻ തുനിഞ്ഞിട്ടുമില്ല. അതിൻ്റെ ഇടയിലാണ് ഇവിടുന്ന് കൊടക്കൽ അങ്ങാടിയിൽ നിന്ന് നമ്മളിങ്ങനെ വെന്നിയൂർക്ക് പോകുമ്പോൾ റോഡ് വഴി നടക്കുമ്പോൾ എതിർ ദിശയിലൂടെ അയാൾ വരുന്നുണ്ട്. നമ്മൾ യാതൊരു പിഷ്കുമില്ലാതെ ഒന്നങ്ങോട്ട് പുഞ്ചിരിച്ചു, അയാൾ ഇങ്ങോട്ടും പുഞ്ചിരിച്ചു. ഇയാൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ആരെ പറഞ്ഞ് അവൻ എന്നോട് അങ്ങനെ ദേഷ്യമുണ്ട്, ഇങ്ങനെ ദേഷ്യമുണ്ട്, ആരെ പറഞ്ഞ് അവൻ എന്നെ പറ്റി അങ്ങാടിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പൊള്ളയാണ്, എല്ലാം തെറ്റാണ്. കാരണം അവൻ മനസ്സ് തുറന്ന് എന്നോട് ചിരിച്ചിട്ടുണ്ട്. അവൻ്റെ ഹൃദയമാണത് വിടർന്നത്. രണ്ട് പുഞ്ചിരി, രണ്ട് ചുണ്ടൊന്ന് വിടർന്നാൽ സദഖ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖിൻ സദഖ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കൽ ദാനമാണ്, ദാനമാണ്, ദാനമാണ് സഹോദരാ. അതുകൊണ്ട് ആ ദാനത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. പരിശുദ്ധ മതത്തിന്റെ ഇത്തരത്തിലുള്ള വശങ്ങളിലേക്ക് ലോകം സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും MP അപ്പൻ എന്ന് പറയുന്ന ഹൈന്ദവനായ കവിയാണ്. ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ മുറതെറ്റാതെ കൊണ്ടുപോകുന്ന ഇസ്ലാമിന്റെ അനുയായിയുടെ ജീവിതം കണ്ടിട്ട് കവിത പാടിപ്പോയത് മുസ്ലിം ജീവിത മോഹനഗാനം ഭൂതചരിത്ര വിപഞ്ചീലീനം. മുസ്ലിം ജീവിത മോഹനഗാനം ഭൂതചരിത്ര വിപഞ്ചീലീനം. ആമണി വല്ലകി മീട്ടുകിലെങ്ങും മുസ്ലിം ജീവിത മധുരിമതിങ്ങും. ആമണി വല്ലകി മീട്ടുകിലെങ്ങും മുസ്ലിം ജീവിത മധുരിമതിങ്ങും. നമ്മൾ അങ്ങനെ ജീവിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ശിക്ഷാമുറകൾ. ഇസ്ലാമിന്റെ ശിക്ഷാമുറകളെ കണ്ടിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ ശാന്തല തീരത്തേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ അവരുടെ അനുഭവങ്ങളെ തുറന്നു പറഞ്ഞ് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇതിനോടകം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ.
മഖ്സൂം വംശത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷണം നടത്തുകയാണ്. മഖ്സൂം ഗോത്രം എന്ന് പറഞ്ഞാൽ അന്ന് അറബികൾക്കിടയിൽ വലിയ പേരും പ്രതാപവുമുള്ള ഗോത്രമാണ്. ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണാണ് മോഷണം നടത്തിയത്. ഒരു ഉത്സവം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. എല്ലാവരും ഉത്സവപ്പറമ്പിലേക്ക് പോയപ്പോ ഈ പെണ്ണി ഉത്സവപ്പറമ്പിലേക്ക് പോകുന്നതിന് പകരം അയൽവാസിയുടെ വീട്ടിൽ കയറി ആ വീട്ടിലുള്ള വിലപിടിപ്പുള്ള എന്തോ വസ്തുവിനെ മോഷണം നടത്തുകയാണ്. അത് തുണ്ടി സഹിതം പിടിക്കപ്പെടുകയാണ്. അത് സോളിഡ് എവിഡന്റോടുകൂടെ പിടിക്കപ്പെടുകയാണ്. മഖ്സൂമുകാരിയായ പെണ്ണാണ് മോഷണം നടത്തിയത് എന്ന് പരിശുദ്ധ പ്രവാചകൻ തിരുമേനിയുടെ കോടതിയിൽ വന്നിട്ട് തെളിവ് സഹിതം സാക്ഷികൾ വിസ്താരം നടത്തിയപ്പോ കോടതിയിലെ ജഡ്ജായ വിധികർത്താവായ നബി തിരുമേനി വിധി പ്രസ്താവം നടത്തിപ്പോയി. ഇസ്ലാമിലോ സാരീതിന്റെ പ്രശ്നമില്ലത്തിന്റെ പ്രശ്നമില്ല, അഭിജാത്യത്തിന്റെ പ്രശ്നമില്ല, കുലമഹിമയുടെ പ്രശ്നമില്ല, സമ്പത്തിന്റെ പ്രശ്നമില്ല, വർണ്ണത്തിന്റെ പ്രശ്നമില്ല. അതുകൊണ്ട് കട്ടവന്റെ കൈമുറിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നീതി, ഇസ്ലാമിന്റെ നിയമം. ആ നിയമം നടപ്പാക്കാൻ പരിശുദ്ധ കോടതിയിലെ ന്യായാധിപനായ പ്രവാചക തിരുമേനി സഹാബത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. വല്ലാത്ത ചർച്ചയായി. മഖ്സൂം ഗോത്രക്കാരാണെങ്കിൽ വലിയ പേരും പ്രതാപമുള്ള ഗോത്രക്കാരാണ്. അവരുടെ ഉന്നതരായ ആളുകൾ, ആ ഗോത്രത്തിന്റെ ഉന്നതാധികാര സമിതി ഒരു അടിയന്തര യോഗം കൂടുകയാണ്. അവിടെ ബന്ധപ്പെട്ട ഉന്നതന്മാരായ ആളുകളെ മാത്രം വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു അടിയന്തരമായ യോഗമാണ്. ആ യോഗത്തിൽ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് വലിയ സമ്പർക്കം പുലർത്തുന്ന നിബിതങ്ങളെ കൂട്ടുകാരനെ പോലെ കൊണ്ടു നടക്കുന്ന ഉസാമത്ത് ഇബ്നു സൈദ് എന്ന് പറയുന്ന സഹാബിയെയും അവർ ക്ഷണിച്ചിരുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, ഉസാമ ഈ ഗോത്രക്കാരനാണ് എന്ന് മാത്രമല്ല, ഈ കട്ടപ്പെണ്ണിന്റെ കുടുംബക്കാരനാണ് എന്ന് മാത്രമല്ല, പരിശുദ്ധനായ അധിപനായ റസൂലുള്ളാഹിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. മഖ്സൂം ഗോത്രത്തിന്റെ തലവന്മാര് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പൊക്കി വെച്ചു. ഉസാമ, നീ ഈ ഗോത്രത്തിന്റെ അവകാശി മാത്രമല്ല, മുഹമ്മദ് മുസ്തഫാന്റെ അടുക്കൽ വലിയ സാമീപ്യമുള്ള മനുഷ്യനാണ്. റസൂലുള്ളാഹിനോട് കാര്യം പറയാൻ സ്വാതന്ത്ര്യമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസാമ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് മോഷണം നടത്തി. അത് തെളിയിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ കയ്യെങ്ങാനും മുറിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ ഗോത്രത്തിന് മുഴുവൻ നാണക്കേടാണ്. അതുകൊണ്ട് ഈ പെണ്ണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺസെഷൻ ചെയ്തു തരാൻ, ഒരു ആനുകൂല്യം, ഒരു വിട്ടുവീഴ്ച ചെയ്തു തരാൻ പരിശുദ്ധ റസൂലുള്ളാഹിനോട് പോയി പറയണം. അതിന് അങ്ങയെ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അടിയന്തര യോഗത്തിന്റെ ഉന്നതാധികാര സമിതി ഈ ഉത്തരവാദിത്തം ഉസാമത്ത് ഇബ്നു സൈദിനെ ഏൽപ്പിക്കുകയാണ്. പിറ്റേ ദിവസം പരിശുദ്ധ റസൂൽ അവിടുത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഭാവം മൂട് നോക്കി, നല്ല ഭാവമാണോ എന്ന് നോക്കി. ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് സദസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. പരിശുദ്ധ റസൂൽ കൈ പിടിച്ച് സലാം അടക്കി പുഞ്ചിരിയോടുകൂടെ തന്നെ തോളിൽ കൈവച്ചു. എന്തൊക്കെയുണ്ട് ഉസാമ, എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ ഉസാമ? എല്ലാം നല്ല രീതിയിൽ പോകുന്നു നബിയെ. സൗഹൃദ സംഭാഷണത്തിന്റെ ഇടയിലൂടെ നബിതങ്ങൾ ഇപ്പൊ നല്ല ഒരവസ്ഥയിലാണ്, നല്ല സന്തോഷത്തിന്റെ മൂഡിലാണ് എന്ന് മനസ്സിലാക്കിയ ഉസാമത്ത് ഇബ്നു സൈദ് കൂട്ടത്തിൽ പറഞ്ഞു പോയി, നബിയെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം പരിശുദ്ധനായ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് എന്റെ ഗോത്ര തലവന്മാരെ ചുമതലപ്പെടുത്തിയതിന്റെ പേരിൽ ഈ ഉസാമ കടന്നു വന്നത്. നബിയെ, പറ ഉസാമ കാര്യം. ഉസാമ കാര്യം പറഞ്ഞുപോയി. അത്ര നേരം പുഞ്ചിരിച്ച നായകൻ പൊട്ടിത്തെറിച്ചുപോയി. അത്ര നേരം മന്ദസ്മിതം തൂകിയ നായകൻ ഞെട്ടിത്തെറിച്ചുപോയി. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ കണ്ണിൽ തീക്കട്ട ജ്വലിക്കും പോലെ അവിടത്തെ കണ്ടമിടറി, അവിടത്തെ സ്വരം മാറി, അവിടത്തെ ഭാവം മാറി. ഇറങ്ങിപ്പോകടാ ഉസാമ, മുഹമ്മദിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അതാണ് മുഹമ്മദിന് പറയാനുള്ളത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഫാത്തിമ ആരാൻ? ഞാൻ ഫാത്തിമയുടെ ആരാൻ? ഫാത്തിമ എന്റെ ആരാൻ? അത് എനിക്കും നിനക്കും മാത്രമല്ല അറിയാം.
ലോക ജനതക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. എന്റെ ബിൽഗയാണ് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമയെ കാണാതെ ഒരു യാത്ര മുഹമ്മദ് തുടങ്ങിയിട്ടില്ല. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ അവസാനം കാണേണ്ടതും ഫാത്തിമ. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആദ്യം കാണേണ്ടതും ഫാത്തിമ. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് മോഷണം നടത്തപ്പെട്ടത് എന്ന് അറേബ്യയുടെ മണലാരണ്യത്തിൽ സാക്ഷി വിസ്താരം നടത്തപ്പെട്ടാൽ അവളുടെ കൈ മുറിക്കാനുള്ള കഠാര മുഹമ്മദ് മറ്റൊരാളെ ഏൽപ്പിക്കൂല. എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമാന്റെ കരച്ഛേദം പിതാവായ ഞാൻ തന്നെ നടത്തും. വലൗ അന്ന ബിൻത മുഹമ്മദിൻ ഫാത്തിമത സരിഖത്ത് ലഖതഅതു യദഹാ. എന്നിട്ടാണോ ഉസാമ മഖ്സൂം വംശത്തിലുള്ള ഒരു പെണ്ണ്, ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇത് കുട്ടിക്കളിയല്ല, തമാശയല്ല. ഇവിടെ മനുഷ്യർക്കിടയിൽ വേലികെട്ടില്ല, ഇവിടെ വർണ്ണങ്ങൾക്കിടയിൽ അതിർത്തി നിശ്ചയിക്കലില്ല, ഇവിടെ ഗോത്രങ്ങൾക്കിടയിൽ ക്ലാസിഫിക്കേഷൻ ഇല്ല, ഇവിടെ തറവാടുകൾക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. അടിമ ചെയ്ത തെറ്റിന് ഉടയ തമ്പുരാന്റെ പ്രായശ്ചിത്തം എന്ന ശിക്ഷാരീതിക്ക് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ മുഹമ്മദിന്റെ കോടതി സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇന്ന് നോട്ടുകെട്ടിന്റെ പേരിൽ നിരപരാധി ശിക്ഷിക്കപ്പെടുകയും തെറ്റ് ചെയ്തവൻ വിഹരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച എല്ലാ രാഷ്ട്രങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് രാജ്യങ്ങളിലാണ് കാണാത്തത്? മാനസിക നില തെറ്റിയ ആളാണ്, മാനസിക നില തകരാറിലായ ആളാണ് എന്ന് പറഞ്ഞ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചുളുവിൽ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ട് കഴുകക്കണ്ണിൽ നിന്ന് കഴിമരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ലോകത്തിന്റെ നായകരെ, അങ്ങ് പരിശുദ്ധ മതത്തിന്റെ ഗാംഭീര്യമാണ്, പരിശുദ്ധ മതത്തിന്റെ നിലപാടാണ് പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇസ്ലാമാണ്, വിട്ടുവീഴ്ചയില്ല. നിയമത്തിന്റെ പേന വെച്ചു, ആ പേന കൊണ്ടെഴുതിയ പേജുകൾ ഉണങ്ങിപ്പോയിരിക്കുകയാണ്. അവിടെ ഇനി അമെൻമെന്റ് പാടില്ല, അമെൻമെന്റ് പാടില്ല. റമദാൻ 30 ദിവസം നോമ്പ് എന്നുള്ളത് ഇസ്ലാമിന്റെ അന്നത്തെ ആചാരമാണ്. അമെൻമെന്റ് പറ്റൂല. 3-2 ഭൂരിപക്ഷം കിട്ടിയാലും അമെൻമെന്റ് പറ്റൂല. ഖുർആൻ വെള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അന്നും ഉണ്ട്, ഇന്നും അതേ വേദഗ്രന്ഥമുണ്ട്. അമെൻമെന്റ് പറ്റൂല. ഇവിടെ ഒരു പഴയ നിയമമല്ല, ഇവിടെ ഒരു പുതിയ നിയമമല്ല, ഒറ്റ നിയമം, ആകെയുള്ളത് ഒറ്റ നിയമമാണ്. അതുകൊണ്ടാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആ ഇസ്ലാമിൻ്റെ ശിക്ഷാരീതി കണ്ടിട്ട് എത്ര ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇസ്ലാമിൻ്റെ ആരോഗ്യവശം ഒന്ന് നോക്കുക. നമ്മൾ ആഫിയത്തില്ലാത്ത മനുഷ്യന് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത പോലെയാണ് ഇസ്ലാം പറയുന്നത്. അൽ-മുഅ്മിനുൽ ഖവി അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. നല്ല തന്തുറുസ്തിയുള്ള മുസ്തഹ്കമായ മസ്ബൂത്തായ നല്ല ശക്തിയുള്ള ആരോഗ്യമുള്ള മുസ്ലിം അള്ളാഹുവിൻ്റെ അടുക്കൽ ശക്തിയില്ലാത്ത മുസ്ലിമിനേക്കാൾ സംതൃപ്തനാണ്, ശ്രേഷ്ഠനാണ്, സ്വീകാര്യനാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ആഫിയത്തൊക്കെ പഠിച്ചോൻ തരണല്ലേ? എന്നിട്ടും അല്ലാഹു തആലാന്റെ റസൂൽ പറയാണ് അൽ മുഅ്മിനുൽ ഖവിയ്യു, പവർഫുള്ളായ മുഅ്മിൻ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫ്, ലഈഫായ മുഅ്മിനിനേക്കാൾ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലഈഫ് ഇബാദത്തിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. ആഫിയത്ത് സുബൈന്റെ കുനൂത്തിൽ നമ്മൾ ദ്വാരക്കണ സമയത്ത്, സുബൈന്റെ കുനൂത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ പരിശുദ്ധനായ തമ്പുരാനോട് പറയാൻ ഹിദായത്ത് തന്ന ശേഷം പിന്നെ ദുആ ചെയ്യുന്നത് ആഫിയത്തിന് വേണ്ടിയാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത്. അല്ലാഹുവേ നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ. ഹിദായത്ത് ചോദിച്ച മനുഷ്യൻ പിന്നെ റബ്ബിനോട് ചോദിക്കുന്നത് ആഫിയത്താണ്. അപ്പൊ ഹിദായത്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് വേണ്ടത് ആഫിയത്താണ്. ആഫിയത്തില്ലാതെ എങ്ങനെ അമൽ ചെയ്യാൻ പറ്റും? 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും 75-ാമത്തെ വയസ്സിലുമാണ് ഖിയാമുൽ ലൈലിന്റെ പ്രാധാന്യം, ഒരു തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഒരു വോയിസ് ക്ലിപ്പിലൂടെ മനസ്സിലായത്. ആ നേരത്ത് ശരീരം പറഞ്ഞാൽ കേൾക്കൂല, ബോഡി പറഞ്ഞാൽ കേൾക്കൂല. ആ നേരത്ത് നമ്മൾ
വെല്ലിപ്പായിരിക്കുന്ന സമയത്തൊന്ന് കടന്നു കഴിഞ്ഞാൽ ഒന്ന് ചെരിച്ച് കിടക്കണമെങ്കിൽ പേരക്കുട്ടി വന്നിട്ട് പുറത്തൊന്ന് ഉന്തി തരണം. ഈ സമയത്ത് രാത്രി 3:30 മണിക്ക് എണീറ്റിട്ട് എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും? അപ്പോൾ ഊഷ്മളതയുടെ ഒരു സമയമുണ്ട്. ഈ 30ന്റെ നിറവ്, ഈ 35ന്റെ നിറവ്, ഈ 40ന്റെ നിറവ്, വല്ലാത്തൊരു നിറവാണ്. ആരോഗ്യം നിറഞ്ഞു കിടക്കുന്ന സമയമാണിത്. ശരീരം പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളൊരു പ്രായമാണിത്. എന്താ, നമ്മുടെ ശരീരത്തിനോട് നമ്മളൊന്ന് ആക്ഷൻ കൊടുത്താൽ മതി. ഒന്ന് എണീക്കണം, നമ്മൾ എണീക്കുകയാണ്. ഒന്ന് നടക്കണം, നമ്മൾ നടക്കുകയാണ്. ഒന്ന് ഓടണം, നമ്മൾ ഓടുകയാണ്. ഒന്ന് ചാടണം, ചാടുകയാണ്. ആ നേരത്താണ് തഹജ്ജുദിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ എന്തൊരു പെർഫെക്ഷൻ ഉണ്ടാവും. ആ തഹജ്ജുദിനൊരു ഗാംഭീര്യം ഉണ്ടാവും. അതിന്റെ ചടുലത, അതിന്റെ ആർജവം, അതിന്റെ ഊർജം, ഇത് വേറെ പ്രായം ചെന്ന സമയത്ത് കിട്ടുമോ? ഇല്ല. അപ്പൊ മനസ്സ് പ്രായം ചെന്ന സമയത്ത് കിട്ടുള്ളൂ. ഇപ്പൊ തന്തുരുസ്തി ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ മനസ്സില്ല. അതാണ് പ്രശ്നം. വൈപരീത്യങ്ങൾക്കിടയിലാണ് നമ്മൾ നടക്കണം, ജീവിക്കണം. ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇതൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടാവും. ചെറിയ കുട്ടികളാകുമ്പോൾ, പഠിക്കണ കുട്ടികളാകുമ്പോൾ. പക്ഷെ അന്ന് കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല സേവനം ചെയ്യാൻ. പിന്നെ ക്യാഷ് കയ്യിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള സമയം ഉണ്ടാകില്ല. കാരണം യുവത്വത്തിൻ്റെ സമയമാണ്. ഓട്ടാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ യൗവനം കഴിഞ്ഞു. പിന്നെ കുറേ നയിച്ചുണ്ടാക്കിയ ബാലൻസൊക്കെ ചിലപ്പം വാർദ്ധക്യ സമയത്ത് ഇങ്ങനെ ഒരു അസറ്റായിട്ട്, സേവിങ് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷേ അന്ന് കൊടുക്കാനും പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം ഒരു പുരുഷായുസ് ഇങ്ങനെ സ്പോയിൽ ചെയ്ത് കടന്നു പോവുകയാണെന്നർത്ഥം. അവിടെയാണ് ആഫിയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ആഫിയത്ത് പെർഫെക്റ്റ് ആകണം. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സമയം എപ്പോഴാ? ആ അവസാനം ബാപ്പിയും വെള്ളിയാപ്പയൊക്കെ ജീവിതത്തിൻ്റെ അസ്തമാന സൂര്യനെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പാസ്പോർട്ട് റെഡിയാക്കലും, ഒരു ടിക്കറ്റ് റെഡിയാക്കലും, ഒരു യാത്രക്ക് പോകലുമാണ് അല്ലേ? എന്നിട്ടോ അവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയൂല. ഒരു തവാഫ്, വീൽ ചെയർ തവാഫ്, ഒരു സാഴി, വീൽ ചെയർ സാഴി, മുഴുവൻ വീൽ ചെയർ ഹജ്ജാണ്. യാന്ത്രികമായ ഹജ്ജ്, യന്ത്ര സംവിധാനങ്ങളുടെ ഹജ്ജായി മാറും. 30, 35, 40, 45 വയസ്സിൽ ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ ഹജ്ജിൻ്റെ പെർഫെക്ഷൻ എന്തേ കാരണം ഹജ്ജിലൊന്നും ചെല്ലാനില്ല. ഒരു മൂലയിൽ കുത്തിറത് ചെല്ലാനുള്ള സാധനമല്ലല്ലോ ഇത് കയ്യും കാലും കൊണ്ട് ചെയ്ത് തീർക്കാനുള്ളതാണ്. അപ്പോൾ ആക്ടിവിറ്റീസാണ്. ഇതിന് വയസ്സാം കാലത്ത് ചെന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ നമ്മൾ പറയും ഈജിപ്തിലുള്ള ആൾക്കാരൊക്കെ 60 വയസ്സിലേക്കല്ലേ വരുന്നത്. ഈജിപ്തിലെ 70-ാമത്തെ വയസ്സും കേരളത്തിലെ 70-ാമത്തെ വയസ്സും എവിടെ കിടക്കണം? ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വ്യത്യാസമല്ലേ? ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? ഈജിപ്തിലെ 68കാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മധുര 17കാരൻ്റെ എനർജിയാണ്. കേരളത്തിൽ അങ്ങനെയാണോ? നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത രീതി. 30-ാമത്തെ വയസ്സിൽ മുട്ടുവേദന, 35-ാമത്തെ വയസ്സിൽ കൊളസ്ട്രോൾ, ഷുഗർ, ഇതെല്ലാം ഇതിൻ്റെ പീഡ ജഡ നരകൾക്കിടയിൽ 40-ാം വയസ്സിൽ കിടക്കണ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് ശക്തനായ മുഅ്മിൻ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലൈഫ്. ബലഹീനനായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആണാണ് എന്ന് വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുതുബ നിർവഹിക്കുന്ന മനുഷ്യനുള്ള യോഗ്യത എന്താണ്? നിന്ന് ഖുതുബ ഓതാൻ കഴിയണം. വിനീതനായി ഞാൻ വളാഞ്ചേരിയിൽ 12 വർഷമായി ആ സേവനം ചെയ്യുന്നു. 12 വർഷത്തെ സീനിയറിറ്റി ഉണ്ടല്ലോ എന്ന് കണ്ടിട്ട് എനിക്കങ്ങാനും നിന്ന് ഖുതുബ ഓതാൻ കഴിയൂലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കാർ വേറൊരാൾ അവിടെ പോസ്റ്റ് ചെയ്യണം. അപ്പം മിമ്പറിൻ്റെ മുകളിൽ ഒരു ഖത്തീബായിട്ട് എനിക്ക് നിൽക്കാനുള്ള ഈ ക്വാളിഫിക്കേഷൻ ആഫിയത്താണ്. ഇല്ലെങ്കിൽ അടുത്ത ആൾ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഇരുന്ന് ഖുതുബ ഓതട്ടെ എന്നല്ല പറഞ്ഞത്. അപ്പം ആഫിയത്തിനൊരു മതം കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ്? അതുകൊണ്ടാണ് ഹിദായത്തിന്റെ ശേഷം ആഫിയത്തിനെ തേടുന്നത്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പറയാൻ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി. പിന്നെ പറയാണ് വഹ്ദിനി, എനിക്ക് ഹിദായത്ത് തരണേ. അവസാനം ഹിദായത്തിന്റെ ഉടനെ പറയുന്നത് വആഫിനി, എനിക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്. നബിതങ്ങളുടെ സ്ഥിരമായ ദുആ ഏതായിരുന്നു? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമ. അല്ലാഹുവേ, അഫ്വ്, മാപ്പിനെയും ആഫിയത്തിനെയും ഞാൻ ചോദിക്കേണ്ട റബ്ബേ. ആഫിയത്ത് നന്നായി ചോദിക്കണം റബ്ബിനോട്. മാത്രമല്ല നമ്മൾ ബോഡി പെർഫെക്റ്റ് ആയ സമയത്ത് ഇബാദത്ത് നന്നായി ചെയ്യും വേണം.
ഇനി ഒരു സമയത്ത് ഇബാദത്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്നർത്ഥം. ഈ ആഫിയത്തിൻ്റെ മാർഗങ്ങൾ ഇങ്ങനെ പരിശോധന നടത്തുന്ന ഇസ്ലാം എല്ലാ മേഖലയിലും ആ ഇടപെടൽ നടത്തുന്നുണ്ടല്ലോ. ഇപ്പം ബ്രഷിങ് ആരോഗ്യത്തിൻ്റെ വലിയൊരു ശാഖയാണ്. ഡെന്റിസ്റ്റുകളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയം ബ്രഷ് ചെയ്യണം, മുഴുവൻ സമയം ബ്രഷ് ചെയ്യണം. ആരോഗ്യ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പല്ലിൻ്റെയും കോട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മൈന്യൂട്ടായിരിക്കുന്ന നെർവ്സ് കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ പല്ലിന് അസുഖം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അത് ഹൃദയങ്ങളിലേക്ക് വരെ ഞരമ്പുകൾ കടന്നു പോകുന്നതാണ്. രക്തചംക്രമണം നടത്തുന്ന മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാന ഓർഗാനുകളിലേക്കൊക്കെ പല്ലിൽ നിന്ന് ഒരുപാട് ഞരമ്പുകൾ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പല്ല് കേടാവാതെ സൂക്ഷിക്കണം, പൊത്ത് കേടാവാതെ സൂക്ഷിക്കണം എന്ന് മെഡിക്കൽ സയൻസ് പറയും. അപ്പം നമ്മൾ ബ്രഷ് ചെയ്യാനും പല്ല് വെച്ച് കൊടുക്കാനും എല്ലാത്തിനും ഒരുങ്ങും. അഷ്റഫുൽ ഖൽഖായി നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിനെങ്ങാനും ബുദ്ധിമുട്ടാകും എന്ന് നേതാവായ ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്, നിർബന്ധമായും ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഇൻദ കുല്ലി സലാഹ, എല്ലാ നിസ്കാരത്തിന്റെ സമയം ബ്രഷ് ചെയ്യാൻ ഞാൻ അവർക്ക് നിർബന്ധമാക്കുമായിരുന്നു. ലൗല അന്നശുക്ക, പിന്നെന്തേ ഞാൻ ആ ഉദ്യമത്തിൽ നിന്നും എല്ലാം മാറുന്നത് എൻ്റെ ഉമ്മത്തിന് ഞാൻ അതൊരു പ്രയാസമാവോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പം റസൂലുള്ളാഹിന്റെ ആംബിഷൻ നമ്മൾ പഠിക്കണം. 5 നേരം ബ്രഷ് ചെയ്യാൻ പറയായിരുന്നു. അറബികളെ കണ്ടിട്ടില്ല നിങ്ങൾ? ഇനി അറബി ചെക്കന്മാർ എന്ത് വലിയ കച്ചറ കുട്ടികളാണെങ്കിലും ശരി, അവർ 2 വിരലിൻ്റെ ഇടയിൽ കണ്ടക്ടർമാർ പൈസ വെക്കണ മാതിരി അറാക്കിൻ്റെ ഒരു കഷ്ണം വെക്കാത്ത അറബി കുട്ടികൾ കുറവായിരിക്കും. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും അറാക്കിൻ്റെ ഒരു കഷ്ണം വിറകിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല തോബ് കന്തൂര കുപ്പായി ഇട്ടിട്ട് ആ കത്രയും ആ വള്ളി ഇട്ടിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് ചെറുപ്പക്കാരായ അറബി കുട്ടികളിലടക്കം കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നിട്ട് അവരെ ഇടക്കിടക്ക് ഇങ്ങനെ ദന്തധാവനം ചെയ്തുകൊണ്ടിരിക്കും. അറാഖ് എന്ത് ഒരള്ള എന്ത് കൊള്ളി കഷ്ണമായിട്ടും നിങ്ങൾക്ക് ബ്രഷിങ് നടത്താം, മിസ്വാക്ക് ചെയ്യാം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഗ്രേസ് വാലിയിലെ സലാത്ത് നടക്കുമ്പോൾ ഉസ്താദിന്റെ കുറെ മുഹിബ്ബീങ്ങളായ ആൾക്കാർ ഉസ്താദിനെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നത് ഉസ്താദിന് ഇഷ്ടപ്പെട്ട സാധനമാണ് ചൈരിപ്പൊളിയായിട്ടുണ്ടാക്കിയ മിസ്വാക്ക്, ഇങ്ങനെ വളഞ്ഞ മിസ്വാക്ക്. എന്നിട്ട് നല്ല മനോഹരമായിട്ട് ചൈരിയായിട്ടുണ്ടാക്കിയ മിസ്വാക്ക് ഉസ്താദിനെ കൊണ്ടുപോയി കൊടുക്കണ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളുണ്ട്. എന്തേ? അത് മിസ്വാക്കിന്റെ സന്ദേശം കൊടുക്കാൻ കൂടിയാണ്, ഒരു സന്ദേശം കൊടുക്കൽ കൂടിയാണ്. അറാഖിന്റെ കഷ്ണം, ഈ അറാഖിൽ നമ്മുടെ ഈ അണുക്കളെ നശിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ കുറേ നേരം ബ്രഷ് ചെയ്യാതിരുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു. മലയാളികളുടെ സ്വഭാവം എന്താ? ഇടവിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ തിന്നും. ഒരു വീട്ടിൽ നിന്ന് മാത്രമല്ല, കടയിൽ നിന്ന് തിന്നും, അവിടുന്ന് തിന്നും, ഇവിടുന്ന് തിന്നും. പ്രത്യേകിച്ച് ഈ ചോക്ലേറ്റ്, ഈ സ്വീറ്റ്സ്, ഇതെങ്ങാനും വായിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരം കാർബോഹൈഡ്രേറ്റിനെ ഇത് ഉൽപ്പാദിപ്പിക്കും. ഈ പല്ലിൻ്റെ ഇടയിൽ കാർബോഹൈഡ്രേറ്റ് അള്ളിപ്പിടിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെടും, പല്ല് ദ്രവിക്കും, അതിൻ്റെ മുരടിൽ നിന്ന് ആട്ടം കുടുങ്ങും, അതിൻ്റെ ഞരമ്പുകൾ ശോഷിക്കും. അതുകൊണ്ട് ഈ ചോക്ലേറ്റിൻ്റെ അംശങ്ങൾ, കാർബോഹൈഡ്രേറ്റിൻ്റെ അംശങ്ങൾ 3 മണിക്കൂറിൻ്റെ മുകളിൽ പോയാൽ അത് രാസപദാർത്ഥമായിട്ട് മാറും. പിന്നെ അത് പല്ലിന് കേടായിരിക്കും. നിങ്ങൾ നോക്ക്, എല്ലാ നിസ്കാരത്തിൻ്റെ നേരത്തും ഞാൻ അവർക്ക് ബ്രഷ് ചെയ്യാൻ പറയായിരുന്നു. എല്ലാ നിസ്കാരത്തിൻ്റെ നേരത്തും ആ മിസ്വാക്ക്, ആ ദന്തധാവനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വുളു ഒന്ന് നോക്ക്, ഇസ്ലാമിന്റെ ഒരു ആരോഗ്യവശം. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ പ്രഭാഷണത്തിൽ മുൻ DGP ഓഫ് കേരള പോലീസ്, ഡോക്ടറാണ്, ക്രൈസ്തവനാണ്, ബുദ്ധിജീവിയാണ്, വലിയ സമർത്ഥനാണ്, ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ IG ആയിരുന്നു, DGP ആയിരുന്നു. കേരളത്തിൽ ഒരുപാട് മേഖലയിൽ ഇടപെട്ട പരിചയ സമ്പത്തുള്ള, എന്നാൽ ബുദ്ധി വൈഭവമുള്ള, അതിൻ്റെ കൂടെ തന്നെ എല്ലാ സാരാംശങ്ങളെയും ഉൾക്കൊള്ളാനുള്ള പക്വതയുള്ള, വളരെ ഇരുത്തം വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ വളരെ ഹിറ്റാണ്, വൈറലാണ്. എല്ലാ മതക്കാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തകൻ കൂടിയാണ് കേരളം കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ നീണ്ടു കിടക്കുന്ന ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രഭാഷണം മുസ്ലിങ്ങൾ ആദ്യം പഠിക്കണം. ഇസ്ലാം ഇത്രയും വലിയ സൗന്ദര്യമുള്ള മതമാണെന്ന് അലക്സാണ്ടർ ജേക്കബിന്റെ പ്രസംഗം കേട്ടിട്ടാണ് പല ചെറുപ്പക്കാരും മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൽ മുസ്ലിങ്ങൾ സുജൂദിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരെ കാണാൻ സാധിക്കുന്നത്.
കൃത്യമായിട്ട് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും വളരെ ഉന്മേഷമുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, ഇതിൻ്റെ സാരാംശം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഹൃദയത്തിൽ നിന്ന് രക്തം തലച്ചോറിലേക്ക് പാസ് ചെയ്യുന്ന പ്രധാന ആരാധനാ രീതി കൈവശമുള്ള ആൾക്കാരാണ് ഇവര്. हम लोग जब सुजूद से जाते हैं, हम सीधा ऐसे ही चलने के वक्त हमारे सर से हमारे ख़याल तक ज़हन सदर से कोई ब्लड सर्कुलेशन नहीं हो जाती है. പക്ഷേ സുജൂദിലേക്ക് നമ്മൾ പോകുന്ന നേരത്ത് ബ്ലഡ് സർക്കുലേഷൻ ഹൃദയത്തിൽ നിന്ന് നേരെ തലച്ചോറിലേക്ക് പമ്പ് ചെയ്യാണ്. കാരണം തല താഴെയും ഹൃദയം മുഴുവൻ. ഇങ്ങനൊരു ആരാധനാ രീതി ഒരു മതത്തിലും ഇല്ല. അദ്ദേഹം പറയാം, ഞാൻ നിലകൊള്ളുന്ന മതത്തിലടക്കല്ല. പിന്നെ എല്ലാ മതാചാര്യന്മാരും ഇതിനെ പഠിച്ചപ്പോഴാണ് യോഗാസനം വന്നത്. യോഗയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസനം തല കുത്തി നിൽക്കല. മാത്രല്ല, ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ അവരുടെ ഇബാദത്തിന്റെ ആരാധനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രൗഢമായ ആരാധനയുടെ അംശം അത് സുജൂദാണ്. അഖറബു ഇലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നിലേക്ക് ഏറ്റവും അടുത്തത് സുജൂദിലാണ് എന്ന് അല്ലാഹു. എൻ്റെ അടിമ എന്നോട് ഏറ്റവും അടുക്കുന്നത് സുജൂദിലാണ്. ഇദ്ദേഹം പറയാൻ കേട്ട ഈ മുസ്ലിങ്ങൾ 5 നേരം ഫർള നിസ്കാരം മാത്രം നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര നേരാണ് തലച്ചോറും ഹൃദയവും രക്ത കൈമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് ഉന്മേഷം. പിന്നെ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്, ഒറ്റ മുസ്ലിം നിസ്കാര പള്ളിയും സ്നാനഘട്ടങ്ങളില്ലാത്ത പള്ളികളല്ല. അദ്ദേഹം പറയാൻ, എല്ലാ മുസ്ലിം നിസ്കാര പള്ളിയുടെ മുമ്പിലും പണ്ട് നമ്മൾ സ്രാമ്പ്യ എന്ന് പറഞ്ഞ നിസ്കാര പള്ളി, പണ്ട് തെക്കൻ ഭാഗത്ത് തൈക്കാവ് എന്ന് പറയുന്ന ചെറിയ പള്ളിയുടെ മുമ്പിലടക്കം ഒന്നുക്ക് കുളം അല്ലെങ്കിൽ ഹൗള് അല്ലെങ്കിൽ പൈപ്പ് ഇതില്ലാത്ത മുസ്ലിം പള്ളി ഏതാ? എന്നാ ഒരു പൈപ്പെങ്കിലുമുള്ള ഒരു ക്ഷേത്രമോ ഒരു ക്രൈസ്തവ ദേവാലയമോ ചർച്ചോ ലോകത്തില്ല. അതുകൊണ്ട് മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മുറ്റത്ത് സ്നാനഘട്ടങ്ങളില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ആരാധനാലയങ്ങളിൽ സ്നാനഘട്ടമില്ലാത്ത ഒറ്റ ആരാധനാലയവും ഇല്ല എന്ന് അലക്സാണ്ടർ ജേക്കബ് സമർത്ഥിച്ചു പറഞ്ഞു. അപ്പോ പുറം ഭാഗം ശുദ്ധിയാക്കിയിട്ടേ അവർക്ക് അകം ശുദ്ധിയാക്കാൻ പാടുള്ളൂ എന്നർത്ഥം. അകം ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കലാണ് ഇസ്ലാമിൻ്റെ നിസ്കാരം. അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്, കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗോഡ്. അടിമയും അള്ളാഹുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നിസ്കാരം. മുനാജാത്താൻ ബൈനൽ അബ്ദി വ റബ്ബിഹി. ആ കോൺവെർസേഷനിലേക്ക് കടന്നു പോകണമെങ്കിൽ ശുദ്ധിയാകണം. അപ്പൊ പുറം ശുദ്ധിയാകണതിനെ പറ്റി അദ്ദേഹം പറയാണ്, അവരാദ്യം അവരുടെ അംഗസ്നാനം വുളൂ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് മുൻകൈ കഴുകലാണ്. എന്തൊരു വലിയ സൈക്കോളജിയാണ്. കാരണം മുൻകൈ എന്ന് പറയുന്നത് സ്മോൾ വെഹിക്കിൾസ് ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ ചെറിയ വാഹനങ്ങളാണ്. അത് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അത് തൊട്ട് ഇത് തൊട്ട് എല്ലാ മാലിന്യങ്ങളിലേക്കും പരതാൻ സാധ്യതയുണ്ട്. മുൻകൈ കഴുകിയിട്ടേ അവരുടെ വുളൂ തുടങ്ങാൻ പാടുള്ളൂ. എത്രത്തോളം എന്ന് വെച്ചാൽ, രാത്രി കടന്നുറങ്ങിയ മനുഷ്യൻ ഹൗദിൽ പോയിട്ട് വുളൂ ചെയ്യുമ്പോൾ അതിൻ്റെ ചിട്ടടക്കം ഇസ്ലാം പഠിപ്പിച്ചു. കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് കഴുകണം. ആ സ്നാനഘട്ടത്തിലേക്ക് ഹൗദിലേക്ക് കൈയിട്ട് കഴുകരുത്. കാരണം ലാ യഅരിഫ് ഐന ബാതത് യദുഹു എന്ന് പോലും ഇസ്ലാം പറഞ്ഞു. ഇത്രയും സൂക്ഷ്മമായിട്ട് മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റുന്നു, ഇടത് കൈ കൊണ്ട് ചീറ്റുന്നു. പൊടിപടലങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഇന്നത്തെ കാലം, വാഹനങ്ങളാവട്ടെ, കെട്ടിടങ്ങളാകട്ടെ, നിർമ്മാണ മേഖലകളാകട്ടെ, ഒരു വഴിക്ക് നമുക്ക് പോകാൻ പറ്റും. ചെറിയ കുട്ടികൾക്കടക്കം അലർജി, ആസ്തമ. അതുകൊണ്ട് പൾമോളജി വിദഗ്ധന്മാരുടെ, ചെസ്റ്റ് വിദഗ്ധന്മാരുടെ, നെഞ്ചുരോഗ വിദഗ്ധന്മാരുടെ സമ്മേളനം നാളെ നടക്കാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിൽ. ഏറ്റവും കൂടുതൽ തിരക്കുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പുൽമോളജി മാറി. എന്താ കാരണം? അലർജി ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർക്ക് തിരക്ക് കൂടി. ചെറിയ കുട്ടികൾക്കടക്കം തുമ്മല്, ചെറിയ കുട്ടികൾക്കടക്കം ആസ്തമ. അവസാനം മെഡിക്കൽ സയൻസ് തന്നെ പറയുകയാണ്, ഈ മൂക്കിലൂടെ പൊടിപടലങ്ങൾ കയറി അത് മസ്തിഷ്കങ്ങളിലേക്ക് കടന്നുപോയി ബ്രെയിൻ ട്യൂമറാകാനുള്ള സാധ്യത അടക്കമുണ്ട്. മുസ്ലിങ്ങൾ 5 നേരത്തെ വുളൂഇൽ പറയുന്നത് മൂക്കിൽ വെള്ളം കയറ്റുകയും ചീറ്റുകയും ചെയ്യണമെന്നാണ്. ഈ പൊടി ഒരിക്കലും ദ്രവിച്ച് അല്ലെങ്കിൽ വലിയ വലിയ കെമിക്കലുകളായി മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് മുസ്ലിങ്ങളെ അവരുടെ വുളൂ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അലക്സാണ്ടർ ജേക്കബ് പറയുകയാണ്.
അങ്ങനെ ഓരോന്നും. നമ്മുടെ തലച്ചോറ്, തല തടവലൊരു പ്രധാന ഇനമാണ്. വുളൂഇന്റെ കൂട്ടത്തിൽ തല തടവുക. ഈ തല തടവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. തലയുടെ മുകളിലൂടെയാണ് മസ്തിഷ്കത്തിൽ നിന്നുള്ള ഉണർവിൻ്റെ എല്ലാ ഞരമ്പുകളും മൂർധാവിലൂടെ പാസ് ചെയ്യണത്. കൃത്യമായിട്ട് ഒരാൾ തല തടവി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉണരും, മസ്തിഷ്കം ഉണരും എന്നാണ്. എന്തെങ്കിലും ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒന്ന് ഫ്രഷ് ആവാൻ. മുഖത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാലും ഫ്രഷ് ആവും. അതുകൊണ്ട് ആ ബോധരഹിതനായ മനുഷ്യൻ്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞാലേ ബോധം തെളിയുള്ളൂ. മുസ്ലിങ്ങൾ 5 നേരം ഉപബോധത്തിൽ നിന്ന് വെള്ളം കുടഞ്ഞിട്ട് അവബോധത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് അദ്ദേഹം പറയാണ്. മുഖത്ത് വെള്ളാക്കണം, തലയിൽ വെള്ളം തടവണം. ഇങ്ങനെയും പെർഫെക്റ്റ് ശുദ്ധീകരണം നടത്തിയിട്ടാണ് അവർ ആരാധനാലയത്തിൻ്റെ അകത്ത് പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അതിലെ കോൺസെൻട്രേഷൻ. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഗിബ്ബൺ ഈ അടുത്തൊരു പരീക്ഷണം നടത്തി കുറച്ച് തൊഴിലാളികൾക്കിടയിൽ. ആ തൊഴിലാളികൾക്കിടയിൽ നിന്ന് അദ്ദേഹം 1000 ചില്ലാനം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് വെറും 10% ആളുകൾ മാത്രം ആരാധനാലയത്തിൽ പോയിട്ട് ധ്യാനത്തിൽ ഏർപ്പെടുന്നു. ബാക്കി 90% തൊഴിലാളികളും ഒരു ധ്യാനമില്ല, അവർ തോന്നിയ പോലെ ജീവിക്കുന്നു. ഡോക്ടർ ഗിബ്ബൺ പറഞ്ഞു, ഏകാഗ്രതയോടുകൂടെ ധ്യാനം ഒരു തൊഴിലാളി 40 മിനിറ്റെങ്കിലും നിർവഹിച്ചാൽ അയാളുടെ രക്തത്തിൽ നിന്ന് ലാക്ടേറ്റിൻ്റെ അംശങ്ങൾ കുറഞ്ഞു പോകുന്നു. മാനസിക രോഗികൾക്ക് ലാക്ടേറ്റിൻ്റെ അംശം കൂടുമ്പോഴാണ് മാനസിക രോഗം കൂടുക. ഈ ലാക്ടേറ്റിൻ്റെ അംശം കുറക്കാൻ 100 ഗുളിക കഴിക്കുന്ന സ്ഥാനത്താണ് മുസ്ലിങ്ങളുടെ ഒരു ദിവസത്തെ നിസ്കാരം. ഒരു നേരത്തെ അല്ല, ഒരു ദിവസത്തെ നിസ്കാരം. ഡോക്ടർ ഗിബ്ബൺ പറഞ്ഞു, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഏതൊരു മതക്കാരനും 40 മിനിറ്റ് പെർ ഡേ, ഒരു ദിവസം 40 മിനിറ്റ് ധ്യാനത്തിൽ ഏർപ്പെടണം. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയിലേക്ക്, ഒരു പോയിന്റിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചിട്ട് 40 മിനിറ്റ് ധ്യാനം നിർവഹിക്കണം. ശരിക്കും നമ്മളെ മുസ്ലിങ്ങളുടെ 5 വക്ത നിസ്കാരം ഒന്നിച്ചു കൂട്ടിയാൽ 40 മിനിറ്റാണ് ആവറേജ് ടൈം. ഒരു 1000 ഗുളിക മാനസിക രോഗി കുടിക്കുന്ന 1000 ഗുളികയേക്കാൾ രക്തത്തിലെ ലാക്ടേറ്റിന്റെ അളവിനെ കുറക്കുന്നത് നിസ്കാരാണ്. എന്തൊരു വലിയ വാക്കാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ദൈവസ്മരണയിലേക്ക് കടന്നു വരിക. ദൈവസ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ആശ്വാസം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോവുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതുകൊണ്ടാണ് നിസ്കാരം എന്റെയും അടിമയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് എന്ന് അല്ലാഹു പറയുന്നത്. എൻ്റെ അടിമ എന്നോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന്റെ മുൻപേ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത്. ഇന്ന സ്വലാത്തി വനസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരം, എൻ്റെ ആരാധന, എൻ്റെ ജീവിതം, എൻ്റെ മരണം അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വഅന മിനൽ മുസ്ലിമീൻ, അതുകൊണ്ട് നീ പറഞ്ഞ മുസ്ലിമാണ് ഞാൻ. അല്ലാഹുവേ നിന്റെ അടിമയായ മുസ്ലിമാണ് ഞാൻ എന്ന പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തിട്ടാണ് ആരാധനയാകുന്ന നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രതിജ്ഞ ശിരസാവഹിക്കാൻ ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങളിലൂടെ സാധ്യമാകണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്നു വിചാരിക്കേ. എന്തെന്തിരങ്കരളിലാനന്ദവും നിധിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജീവപ്രകാശവും. ജീവിതത്തിൽ നിന്ന് നിരാശയോടുകൂടെ കടന്നു പോകേണ്ടവരല്ല നമ്മൾ. പുതിയ പ്രതീക്ഷകളുടെ നാളെ കൺതുറക്കാനിരിക്കുകയാണ്. പുതിയ പ്രഭാതങ്ങൾ പൊട്ടിവിടരാനിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമായ ചെറുപ്പക്കാര, എൻ്റെ മുസ്ലിമായ ചെറുപ്പക്കാരി, പരിശുദ്ധ ഖുർആനിനെ മാറോട് ചേർക്കാൻ, അള്ളാഹുവിൻ്റെ ആരാധനാലയങ്ങളോട് സാമീപ്യം പുലർത്താൻ,
അള്ളാഹുവിന്റെ മതാചാരങ്ങളെ മനസ്സിനോട് ചേർത്ത് വെക്കാൻ നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതീക്ഷിക്കാം ശുഭകരമായ ഭാവിക്ക് വേണ്ടി. അതുകൊണ്ട് യെസ്റ്റർഡേ ഈസ് എ ഡെഡ് ചെക്ക്. ഇന്നലെ എന്ന് പറയുന്നത് തീയതി തീർന്നു പോയ ഒരു ചെക്ക് മാത്രമാണ്. അത് ചവറ്റുകൊട്ടയിലേക്ക് കടന്നുപോയി, അത് ചവറ്റുകൊട്ടയിൽ സ്ഥാനം പിടിച്ചുപോയി. അതുകൊണ്ട് ഇന്നലകളെ ഓർത്ത് വിലാപം കൊള്ളുന്നതിൽ ബുദ്ധിയില്ല. ഇന്നലെ ഞാൻ എന്തൊക്കെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് നിരാശനാകുന്നതിൽ ഒരിക്കലും ചിന്തകൾ കുടികൊള്ളുന്നില്ല. ടുമോറോ ഈസ് എ റെഡി ക്യാഷ്. നാളെ, ടുമോറോ ഈസ് എ പ്രോമിസറി നോട്ട്. നാളെ എന്ന് പറയുന്നത് ഒരു വാഗ്ദത്ത സംഖ്യ മാത്രമാണ്, അത് കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ടുഡേ ഈസ് എ റെഡി ക്യാഷ്. ഇന്ന് എന്ന് പറയുന്നത് കയ്യിൽ കിട്ടിയ ഒരു സംഖ്യയാണ്. അതുകൊണ്ട് പ്ലീസ് സ്പെൻഡ് ഇറ്റ്. ഇന്നിനെ നിങ്ങൾ ചെലവഴിക്കുക സാർത്ഥകമായ ഒരു നാളേക്ക് വേണ്ടി. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്. ഇത് ശുഷ്കമായതിൽ വെച്ച് ഏറ്റവും ശുഷ്കമായതാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ പിറകെ പോകുന്നവൻ നിന്ദ്യന്മാരിൽ വെച്ച് ഏറ്റവും നിന്ദ്യനാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു പ്രയാണമാണ്. എന്തൊക്കെ സംഭവിച്ചു? മനുഷ്യൻ അസ്തിത്വമില്ലാത്തവൻ, അവൻ അനശ്വരതയില്ലാത്തവൻ, അവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ബലഹീനൻ. ഒറ്റ പ്രളയം മതി മനുഷ്യൻ ആരാണ് എന്ന് തെളിയിക്കാൻ. നീയാണ് ചൊവ്വയിലേക്ക് പാത്ത് ഫൈൻഡർ പറഞ്ഞയച്ചവൻ. നീയാണ് ചൊവ്വയിലേക്ക് ചന്ദ്രയാൻ വിക്ഷേപണം ചന്ദ്രനിലേക്ക് നീൽ ആംസ്ട്രോങ്ങിനെ പറഞ്ഞയച്ചവൻ. നീയാണ് ഒരുപാട് പേടകങ്ങളെ പറഞ്ഞയച്ചിട്ട് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയവൻ. അത് മനുഷ്യ നീ മാത്രമാണ്. എന്നിട്ടും നീ ആര് എന്നറിയാൻ ഞങ്ങൾക്ക് ആലുവയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കടന്നു വരേണ്ടി വന്നു. നീ ആരാണ്, നിന്റെ അസ്തിത്വം എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ ശീതീകരിച്ച മണിമന്ദിരങ്ങളുടെ പച്ച വിരിച്ച പരവതാനിയിലല്ല ഞങ്ങൾ നിന്നെ കണ്ടുപോയത്. നിന്റെ മനുഷ്യത്വം ഞങ്ങൾ കണ്ടത് എല്ലാ പാപങ്ങളുടെയും കൂടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാലി പ്ലേറ്റുമായി ക്യൂ നിൽക്കുന്ന രംഗം കണ്ടപ്പോഴാണ്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ. അല്ലാഹുവേ, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല തമ്പുരാനെ. ഞങ്ങൾ ഒരുപാട് പഠിക്കുകയാണ്. പ്രപഞ്ചം പ്രളയബാധിതനായ മനുഷ്യനോട് പറയുകയാണ്, യു ഹാവ് യുവർ ബൈക്ക്. നിനക്ക് നിന്റെ 2 വീലർ ഉണ്ട്, ബട്ട് യു കുഡിന്റ് ഡ്രൈവ് ഇറ്റ്. പക്ഷെ അത് ഓടിച്ചു പോകാൻ നിനക്ക് സാധിക്കുന്നില്ല. യു ഹാവ് യുവർ കാർ. നിനക്ക് നിന്റെ 4 വീലർ ഉണ്ട്, ബട്ട് യു കുഡിന്റ് ഡ്രൈവ് ഇറ്റ്. അത് ഓട്ടിപ്പോകാൻ നിനക്ക് സാധിക്കുന്നില്ല. കാരണം വീടിന്റെ ഷെഡ് വിട്ടിട്ട് 1-ാം നിലയിലേക്ക് ചാലിയാറിന്റെ ഓളങ്ങൾ, ഭാരതപ്പുഴയുടെ ഓളങ്ങൾ, കുന്തിപ്പുഴയുടെ ഓളങ്ങൾ, തൂതപ്പുഴയുടെ ഓളങ്ങൾ, പെരിയാറിന്റെ ഓളങ്ങൾ, നിളാ നദിയുടെ ഓളങ്ങൾ, കുഞ്ഞോളങ്ങൾ 1-ാം നിലയിലേക്ക് അതിന്റെ നാവ് നീട്ടിക്കൊണ്ടിരിക്കുമ്പോ വീടിന്റെ ഷെഡിന്റെ അകത്തിരിക്കുന്ന കാറ് കൊണ്ടെന്ത് പ്രയോജനം? അത് വെള്ളത്തിന്റെ. You have your ATM card. നിന്റെ കയ്യിൽ ലക്ഷങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഉള്ള ആ ലക്ഷങ്ങൾ മുഴുവൻ എടുക്കാൻ സാധ്യമാകുന്ന ഒരു ATM കാർഡ് ഉണ്ട്. ബട്ട് there is no ATM machine. പക്ഷേ യന്ത്രങ്ങൾ എവിടെയാണ്? അത് മുഴുവൻ വെള്ളത്തിന്റെ ചോട്ടിൽ കിടക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനെ അള്ളാഹു പഠിപ്പിച്ച ഒരു വലിയ പാഠം, ലൈഫ് ഈസ് നോട്ട് ഏണിംഗ് മണി. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് സമ്പാദിക്കലല്ല. അതിൻ്റെ അപ്പുറത്ത് സ്നേഹത്തിന്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് മാനേഴ്സിന്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് ബിഹേവിയറിന്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്ത് കൾച്ചറിന്റെ സമ്പാദനം, അതിൻ്റെ അപ്പുറത്താണ് സിവിലൈസേഷന്റെ സമ്പാദനം. അതുകൊണ്ട് മനുഷ്യത്വത്തെ സമ്പാദിക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തുക. ഇത് ദുനിയാവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് ഇസ്ലാം അതിൻ്റെ മനുഷ്യത്വത്തെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ മണലാരണ്യത്തിലൂടെ നട്ടുച്ച നേരത്തൊരു മനുഷ്യൻ നടന്നു പോവുകയാണ്.
ചരിത്രം ആ മനുഷ്യനെ പേര് വിളിച്ചത് ബുദ്ധിജീവിയായ ഡയോജനീസ് എന്നാണ്. ഡയോജനീസ് ആ നേരത്തും റാന്തൽ വിളക്ക് കത്തിക്കുകയാണ്. കയ്യിൽ എന്തിനാണ് ഒരു റാന്തൽ? സൂര്യൻ നട്ടുച്ചക്ക് കത്തിജ്വലിക്കുകയാണ്. ആകാശത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് സൂര്യൻ അതിന്റെ ഉഗ്രഭാവങ്ങളെല്ലാം പുറപ്പെടുവിച്ച് തീക്ഷ്ണമായ സൂര്യകന്തളങ്ങളെ കൊണ്ട് ഭൂമി പോലും മണൽ പരപ്പിലെ സൈകത പരപ്പിലെ മണലിന്റെ അംശങ്ങൾ പോലും വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നട്ടുച്ച നേരത്താൻ ലോകം കണ്ട പ്രശസ്തനായ പണ്ഡിതൻ, ബുദ്ധിജീവി ഡയോജനീസ്, ഭാഷാ പണ്ഡിതൻ, തത്വജ്ഞാനി, ചിന്തകൻ, ഈ അപരനാമത്തിന്റെ ഉടമയായ ചില്ലറക്കാരനല്ല. നട്ടുച്ച നേരത്താണ് വിളക്ക് കത്തിച്ചിട്ട് റോമയുടെ തെരുവീതികളിലൂടെ നടന്നു പോകുന്നത്. അത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചുപോയി, അല്ലയ ഡയോജനീസ്, ഈ സൂര്യൻ ഉഗ്രപ്രതാപത്തിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ഒരു ചെറിയ അരണ്ട വിളക്ക് കത്തിച്ചത്. അത് എന്തിനാണ്? വല്ലാത്ത വിരോധാഭാസമാണ്. അങ്ങാണെങ്കിൽ ലോകത്തിന്റെ പേര് കേട്ട ബുദ്ധിജീവി, അങ്ങ് പണ്ഡിതൻ, അങ്ങ് സമർത്ഥൻ, അങ്ങ് ചിന്തകൻ, അങ്ങ് തത്വജ്ഞാനി, അങ്ങ് ഭാഷാപടു, ഈ വലിയ മനുഷ്യനാണ് സൂര്യൻ ജ്വലിക്കുമ്പോ ഒരു വിളക്ക് കത്തിച്ച് നടക്കുന്നത്. ഇത് വിഡ്ഢിത്തമല്ലയോ ഡയോജനീസ് എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യകർത്താക്കളായ ജനങ്ങളോട് പണ്ഡിതനായ ബുദ്ധിജീവിയായ ഡയോജനീസ് പറഞ്ഞുപോയി, അല്ല, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ്. ലബ് പേ ആതി ഹെ ദുആ ബൻ കെ തമന്നാ മേരി जिंदगी शम्म की सूरत हो खुदाया मेरी दूर दुनिया का मेरे दम से अंधेरा हो जाए हर जगह मेरे चमकने से उजाला हो जाए. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ലോക പ്രശസ്തമായ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ ശീർഷകം ബച്ചേ കി ദുആ, ഒരു കൊച്ചുകുട്ടിയുടെ പ്രാർത്ഥന എന്നാണ്. ഇഖ്ബാൽ സ്വപ്നം കാണുന്ന കുട്ടി ഒരു പള്ളിയിലേക്ക് ദർസ് പഠിക്കാൻ പോകുന്ന ഒരു മുതല്ലിമാണ്. അല്ലാമ ഇഖ്ബാൽ സ്വപ്നം കാണുന്ന കുട്ടി ശുഭ്രവസ്ത്രധാരിയായ ഒരു തൊപ്പിയും തലപ്പാവും ധരിച്ച അള്ളാഹുവിന്റെ ഇൽമ പഠിക്കാൻ മതകലാലയത്തിലേക്ക്, അറബിക് കോളേജിലേക്ക്, ശരീഅത്ത് കോളേജിലേക്ക് കടന്നു പോകുന്ന ഒരു കുഞ്ഞുമോനാണ്. ആ കൊച്ചുകുട്ടി പരിശുദ്ധ തമ്പുരാനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ലബ് പേ ആതി ഹെ ദുആ ബൻ കെ തമന്നാ മേരി, എന്റെ ചുണ്ടിലേക്ക് ഒരു പ്രാർത്ഥന കടന്നു വരുന്നുണ്ട് തമ്പുരാനെ. അത് മറ്റൊന്നുമല്ല, സിന്ദഗി ശമ്മ കി സൂറത്ത് ഹോ ഖുദായാ മേരി, അല്ലാഹുവേ എന്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ വെട്ടിത്തിളങ്ങണം തമ്പുരാനെ. എന്റെ നാടിന് പ്രകാശം കൊടുക്കാൻ എനിക്ക് സാധ്യമാകണം തമ്പുരാനെ. എന്റെ നാട് മുഴുവൻ ഇരുട്ടിലാണ്. അക്രമത്തിന്റെ ഇരുട്ട്, അരാജകത്വത്തിന്റെ ഇരുട്ട്, അസഹിഷ്ണുതയുടെ ഇരുട്ട്, വാട്സപ്പിന്റെ തിരക്കിൽ സ്വന്തം രക്തബന്ധത്തെ മറന്നുപോയതിന്റെ ഇരുട്ട്, സോഷ്യൽ മീഡിയയുടെ തിരക്കിൽ ഉമ്മാന്റെ നടുവേദനക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ സമയം കിട്ടാതെ പോയ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക് അവന് പോലും അറിയാതെ വന്നുകൂടിയ ഇരുട്ട്, ഫേസ്ബുക്ക് ഫ്രണ്ടിനെ തകർക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ, ഫേസ്ബുക്ക് വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തുരിതുര ഓട്ടത്തിന്റെ ഇടയിൽ സ്വന്തം പെങ്ങളെ കെട്ടിച്ച വീട്ടിലുള്ള പ്രാരാബ്ദങ്ങളെ തിരിച്ചറിയാൻ മറന്നുപോയ തിരക്ക്, അത്തരത്തിലുള്ള ഒരു വലിയ ഇരുട്ടിലാണ് നമ്മളെല്ലാം. ആ കൊച്ചുകുട്ടി ദുആ ചെയ്യുകയാണ്, ദൂർ ദുനിയാ ക മേരെ ദം സേ അന്ധേരാ ഹോ ജായേ हर जगह मेरे चमकने से उजाला हो जाए. അല്ലാഹുവേ, ഞാൻ ഇൽമ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ എൻ്റെ നാട്ടിന് ഞാൻ വെളിച്ചമാകണം. പരിശുദ്ധ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ പ്രകാശകിരണങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വിരുന്നു വന്നു കഴിഞ്ഞാൽ ആ പ്രകാശകിരണങ്ങളാണ് എൻ്റെ നാടിൻ്റെ വെളിച്ചം തമ്പുരാനെ എന്ന് കൊച്ചുകുട്ടി പോലും സ്വപ്നം കണ്ടിട്ട് പറയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളാകണം നമ്മൾ തന്നെയാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പള്ളിയോ പള്ളിക്കൂടമോ അല്ല.
ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതകലാലയമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധ ഖുർആനിന്റെ കോപ്പി പോലുമല്ല. ഇസ്ലാമിന്റെ ജീവിതം നമ്മളാണ്. ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളാണ് ഇസ്ലാമിന്റെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന ലോകത്തെ ഇസ്ലാം. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ചെറുപ്പക്കാർ മദ്യപാനികളാണെങ്കിൽ മറ്റുള്ള മതസ്ഥർ അവരെ പറ്റി മനസ്സിലാക്കുകയാണ്. ഇസ്ലാം മദ്യപാനം അനുവദനീയമാക്കിയ മതമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ ഭാഷ, നമ്മുടെ വേഷം, നമ്മുടെ പ്രയോഗം, നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ, നമ്മുടെ എല്ലാ കൈകാര്യങ്ങളും ഒരു പരിശുദ്ധ മതത്തിന്റെ ചിഹ്നങ്ങളിലൂടെ കടന്നു പോകണം. അപ്പോഴാണ് ഇസ്ലാമിനെ ലോകം വായിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കറുത്ത വർഗക്കാരൻ പീഡിപ്പിക്കപ്പെട്ട അമേരിക്കയിൽ കറുത്ത വർഗക്കാരൻ നീഗ്രോ അടിമയുടെ തൊടയിലെ മാംസം വെള്ളക്കാരന്റെ തൊലി വെളുത്തുപോയ സവർണന്റെ വീട്ടിലുള്ള വളർത്തു പട്ടിയുടെ പല്ലിന്റെ മൂർച്ച പരിശോധിക്കാൻ ഉപയോഗിക്കപ്പെട്ട ഒരു കാലഘട്ടം അമേരിക്കയിലൂടെ കടന്നുപോയി നമ്മൾ ഓർക്കണം. വെള്ളക്കാരന്റെ ശീതീകരിച്ച റൂമിന്റെ ഉള്ളിൽ ഭക്ഷണത്തിന് മെനു പോലും തയ്യാറാക്കപ്പെട്ടതിന്റെ ശേഷം മൃഷ്ടാന്നം ഭക്ഷണം കഴിക്കുന്ന വളർത്തുപട്ടിക്ക് ആ വളർത്തുപട്ടിയുടെ കോട്ടുപല്ലിന്റെ മൂർച്ച പരിശോധിക്കാൻ അമേരിക്കയുടെ തെരുവീതികളിലൂടെ പേപ്പട്ടിയെ പോലെ അലഞ്ഞു തിരിയുന്ന തൊലി കറുത്തുപോയ കറുത്ത വർഗക്കാരന്റെ നീഗ്രോ അടിമയുടെ തുടയിലുള്ള മാംസ കഷ്ണങ്ങളെ ഉപയോഗപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിലൂടെ അമേരിക്ക കടന്നുപോയി എന്ന് നമ്മൾ ചിന്തിക്കണം. ആ അമേരിക്കയിലാണ് സെക്കൻഡ് ഗാന്ധി ഓഫ് ദി വേൾഡ്, ലോകം കണ്ട രണ്ടാമത്തെ മഹാത്മാഗാന്ധി എന്ന് ഓമന പേര് ലഭിച്ച മാർട്ടിൻ ലൂതർ കിങ് പ്രഭാഷണം നടത്തുന്നത്. ഒരുപാട് കറുത്ത വർഗക്കാർ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണം കേൾക്കാൻ അമേരിക്കയുടെ തെരുവീതിയിൽ ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടി. അവിടെ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞുപോയി, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന്. അപ്പൊ മാധ്യമ പ്രവർത്തകന്മാർ ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ്ങിനോട്, ഡിയർ കിങ്, വാട്ട് ഈസ് യുവർ ഡ്രീം? അങ്ങയുടെ സ്വപ്നം എന്താണ്? ആ സ്വപ്നം കൂടി മാധ്യമങ്ങളോട് അങ്ങ് തുറന്നു പറയണം. മാർട്ടിൻ ലൂതർ കിങ് നീഗ്രോ അടിമ പാർശ്വവൽക്കരിക്കപ്പെട്ട അമേരിക്കയുടെ ദുസ്ഥിതിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് അന്ന് മൊഴിഞ്ഞു. ഈ അമേരിക്കയുടെ തെരുവീതിയിലൂടെ വെള്ളക്കാരനും തൊലി വെളുത്തവനും തൊലി കറുത്തവനും തോളോട് തോളുരമ്മി ഒരു ജപമാലയിലെ, ഒരു തസ്ബീഹ് മാലയിലെ മുത്തുമണികളെ പോലെ ഒന്നിച്ച് നടക്കണം. ഒരച്ഛനമ്മക്ക് പിറന്ന മക്കൾ, ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്ദിരിക്കൊത്ത മനുഷ്യവർഗം, ഒരൊറ്റ ജന്മം, ഒരേ സമൂഹം, ഒരച്ഛനമ്മ തൻ ബാല്യവ്യൂഹം, അതോർക്കുകിൽ പിന്നെ ആധിപത്യം, നിതാന്ത സ്നേഹത്തിനാണു സത്യം. ആ മനോഹരമായ സത്യം അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഈ അമേരിക്കയിൽ വെള്ളക്കാരന്റെ നിഷ്ഠൂരമായ അക്രമങ്ങൾക്ക് ബലിയാടായി പോകുന്ന കറുത്ത വർഗക്കാരന് അങ്ങനെ ഒരു സ്വപ്നം പൂവണിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറേബ്യൻ മണലാരണ്യത്തിന്റെ 14 മുമ്പുള്ള കാഴ്ചയിലേക്ക് നീഗ്രോ വർഗക്കാരന്റെ നേതാവ്, കറുത്തവന്റെ നേതാവ്, ലോകം കണ്ട രണ്ടാമത്തെ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. ഏതാണ് അറേബ്യൻ മണലാരണ്യം? ഒന്നിൽക്കിൽ പെണ്ണ്, അല്ലെങ്കിൽ മദ്യം, അല്ലെങ്കിൽ യുദ്ധം. ഇതില്ലാതെ എന്റെ ജീവിതത്തിന് മറ്റൊരു സ്വപ്നമില്ല എന്ന് പറഞ്ഞ കാട്ടറബി, ആ കാട്ടറബിയുടെ കൈ പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ. അറബിയായ മനുഷ്യന് അനറബിയേക്കാൾ വ്യത്യാസമില്ല. വലാ ഫളല ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ. അനറബിയായ മനുഷ്യന് അറബിയേക്കാളും സ്ഥാനാന്തരങ്ങളില്ല. വലാ ലി അബ്യദ അലാ അസ്വദ്. തൊലി വെളുത്തുപോയവന് കറുത്തവനേക്കാൾ വ്യത്യാസമില്ല. വലാ ലി അസ്വദ അലാ അബ്യദ്. തൊലി വെളുത്തുപോയവനേക്കാൾ കറുത്തവനും സ്ഥാനങ്ങളില്ല. ഇല്ലാ ബിത്തഖ്വാ.
ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഭയഭക്തി നോക്കിയിട്ടാണ് ആളുകളുടെ നിർണയിക്കപ്പെടുക. ഇതാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന് ജനങ്ങളോട് പറയാനുണ്ടായിരുന്നത്. 14 മുമ്പുണ്ടായിരുന്ന അപരിഷ്കൃതമായ അറേബ്യൻ നാടിനെ എങ്ങനെയാണ് പരിശുദ്ധ തിരുമേനി മാറ്റിയെടുത്തത്? 23 സംവത്സരങ്ങളെ കൊണ്ട് പെണ്ണിന് മോചനം, 23 കൊല്ലം കൊണ്ട് അടിമയുടെ കണ്ണീരൊപ്പുകയാണ്, 23 വർഷം കൊണ്ട് സ്ത്രീക്ക് സനാതന മൂല്യങ്ങൾ കൊടുക്കുകയാണ്, 23 വർഷം കൊണ്ട് തൊഴിലാളിയുടെ വിയർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് വേതനം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, 23 വർഷം കൊണ്ട് ചങ്ങലകളെ കൊണ്ട് കയ്യാമം വെക്കപ്പെട്ടവന്റെ കയ്യാമങ്ങളെ പൊട്ടിച്ചെറിയുകയാണ്, 23 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളോട് ചേരുമ്പോ കുഞ്ഞാവണം എന്ന അധ്യാപനം ലോകത്ത് വിളംബരം ചെയ്യപ്പെടുകയാണ്, 23 വർഷം കൊണ്ട് വിജ്ഞാനങ്ങളുടെ ശ്രീകോവിലിലേക്ക് അധസ്ഥിതനായ മനുഷ്യനെ വഴി നടത്തപ്പെടുകയാണ്, 23 വർഷം കൊണ്ട് സയൻസ് ഇല്ലാത്ത ടെക്നോളജി ഇല്ലാത്ത ലോകത്തിന്റെ ജനങ്ങളോട് ഒട്ടകം എങ്ങനെ പടക്കപ്പെട്ടു സോളജി പഠിക്കണം, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു ആസ്ട്രോളജി പഠിക്കണം, ശാസ്ത്രത്തിന്റെ ശാഖകളുടെ പുതിയ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്, 23 സംവത്സരങ്ങളെ കൊണ്ട് ഉഭയകക്ഷി ബന്ധങ്ങൾ രൂഢമൂലമാവുകയാണ്, 23 വർഷം കൊണ്ട് കിസ്റ കൈസർ രാജാവുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിലൂടെ മറ്റു മതക്കാരോട് നല്ല രീതിയിലുള്ള സഹവർത്തിത്വത്തിന്റെ മര്യാദ വേണം എന്ന പുതിയ പാഠം ലോകം കേൾക്കുകയാണ്, 23 വർഷം കൊണ്ട് നജ്റാനിൽ നിന്ന് കടന്നു വന്ന ക്രൈസ്തവർക്ക് തവാഫ് ചെയ്യുന്ന മതാഫിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റിക്കൊടുത്തിട്ട് അവരുടെ ആരാധന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ മഹോന്നതമായ ഒരു കവാടം തുറക്കപ്പെടുന്നതോടുകൂടെ ലോകത്ത് ഇസ്ലാം സഹിഷ്ണുതയുടെ മതമായി തീരുകയാണ്. എത്ര വലിയ വിപ്ലവങ്ങൾ, എത്ര വലിയ മൂല്യങ്ങൾ, എത്ര വലിയ സംസ്കാരങ്ങൾ. ആ മൂല്യമഹോ ജയിപ്പൂ, ആ സ്നേഹമഹോ ജയിപ്പൂ. അതുകൊണ്ട് മുസ്ലിമേ, നമ്മളാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി ഏൽപ്പിച്ചു പോയ ഖലീഫമാർ. അവിടുന്ന് കയ്യിൽ ദൗത്യം ഏൽപ്പിച്ചു തന്ന ഖലീഫമാരാണ്. ആ ഖലീഫമാരായിരിക്കുന്ന നമ്മളൊക്കെ പരിശുദ്ധ മതത്തിന്റെ ദൗത്യം വേണ്ട രീതിയിൽ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇന്നല്ലാഹ ജമീൽ, അള്ളാഹു എത്ര ഭംഗിയുള്ളവനാണ്, വയുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹു സൗന്ദര്യവാനാണ്, അള്ളാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ തമ്പുരാന്റെ സൗന്ദര്യം, ഇടപെടലിന്റെ സൗന്ദര്യം, അള്ളാഹുവിന്റെ സൗന്ദര്യം, അടിമയോടുള്ള വാത്സല്യത്തിന്റെ സൗന്ദര്യം, അള്ളാഹുവിന്റെ സൗന്ദര്യം, ഈ പ്രപഞ്ച നിർമ്മാണത്തിന്റെ സൗന്ദര്യം, പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നമ്മൾ വായിക്കണം. ഒരു മഴ പെയ്യുമ്പോ പോലും അവിടെ സംഗീതമാണ്, ഒരു പക്ഷിയുടെ കളകളാരവം മുഴങ്ങുമ്പോ അവിടെ സംഗീതമാണ്, ഒരു അരുവി ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുമ്പോ അവിടെ സംഗീതമാണ്. രണ്ട് വെള്ളാരം കല്ലുകൾ പ്രകൃതി ദുരന്തത്തിന്റെയോ പ്രകൃതി പ്രതിഭാസത്തിന്റെയോ ഭാഗമായി ഒന്ന് കൂട്ടിമുട്ടുമ്പോ ഇത്രകാലം കേൾക്കാത്ത ഒരു ശബ്ദം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അത് പ്രകൃതിയുടെ സംഗീതമാണ്. എല്ലാം സംഗീതം. കാറ്റ് പോലും പ്രകൃതിയുടെ താളമാണ്. ഈ കാറ്റ് വന്നിട്ട് കാട്ടിലെ മുളങ്കൂട്ടങ്ങളിലേക്ക്, മുളങ്കാടുകളിലേക്ക്, ഈറക്കൂട്ടങ്ങളിലേക്ക്, ഓടക്കൂട്ടങ്ങളിലേക്ക് കാറ്റ് മെല്ലെ തഴുകി തലോടുമ്പോ ഒരു മുള മറ്റൊരു മുളയോട് ആലിംഗനത്തിൽ ഏർപ്പെടുകയാണ്. ഒരു മരക്കൊമ്പ് മറ്റൊരു മരക്കൊമ്പിനോട് പരിരംഭണം നടത്തുകയാണ്. ഒരു ശിഖിരം മറ്റൊരു ശിഖിരത്തെ ആശ്ലേഷം ചെയ്യുകയാണ്. ഒരു ശാഖ മറ്റൊരു ശാഖയോട് പരസ്പരം ഹസ്തദാനങ്ങളിൽ ഏർപ്പെടുകയാണ്. അവിടെയെല്ലാം പ്രകൃതിയുടെ പുതിയ സംഗീതം രൂപപ്പെടുകയാണ്. അവിടെയെല്ലാം പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ലോകം കണ്ട ഒരു പ്രശസ്തനായ പണ്ഡിതൻ പറഞ്ഞു, സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പൂന്തോട്ടം കാണാൻ പോകണം. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പച്ചപ്പ് കാണാൻ പോകണം. അതിന് ഏതെങ്കിലും അന്റാർട്ടിക്കയിലേക്ക് ടൂർ പോകണം എന്നില്ല.
പിന്നെ ഈ വെന്നിയൂരിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോ നമ്മുടെ സൈഡുകളിൽ ഇരുവശങ്ങളിൽ പച്ചപ്പോടുകൂടെ നിലകൊള്ളുന്ന തളിർത്ത് തരളിതമായ പുൽപ്പാടങ്ങൾ കണ്ടിട്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് റബ്ബിലേക്ക് കടന്നു പോകുന്ന ഒരു പ്രയാണം. അത് ഇസ്ലാമാണ്, അത് ഇസ്ലാമിന്റെ സൗന്ദര്യാണ്. അപ്പൊ പള്ളിയുടെ ഉള്ളിൽ മാത്രമല്ല ഇസ്ലാം കിടക്കണത് എന്നുള്ളത് മനസ്സിലാക്കണം. അട്ടേർലി നമ്മുടെ ലൈഫിൽ മുഴുവൻ ഇസ്ലാം അങ്ങനെ മുഴച്ചു നിൽക്കണം. വാക്കിൽ ഇസ്ലാം, നോക്കിൽ ഇസ്ലാം, ഇടപെടലുകളിൽ ഇസ്ലാം. അങ്ങനെയാകുമ്പോൾ ഇസ്ലാമിന്റെ സൗന്ദര്യം വർദ്ധിക്കും എന്നർത്ഥം. ലോകം അത് തെളിയിച്ചതാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ഓരോ മൂല്യങ്ങൾ എടുത്തിട്ടാണ് ഒരുപാട് ആളുകൾ പരിശുദ്ധ മതത്തിന്റെ ഈ ശാദ്വല തീരത്തേക്ക് കടന്നു വരുന്നത്. അത് മറിയം ജമീലയാണെങ്കിലും, അത് മാധവിക്കുട്ടിയിൽ നിന്ന് കമല സുരയ്യയിലേക്കുള്ള പ്രയാണമാണെങ്കിലും, അത് കമൽ സി ചവറയിൽ നിന്ന് കമൽ സി നജ്മലിലേക്കുള്ള പ്രയാണമാണെങ്കിലും, അതിൻ്റെ ഒടുക്കത്തെ ഉദാഹരണം പോലെ കമൽ സി നജ്മൽ. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഇസ്ലാം ആശ്ലേഷത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലൊരു മുസ്ലിമിൻ്റെ ഭീഷണിയല്ല, അതിലൊരു മുസ്ലിമിൻ്റെ വശംവദനാക്കൽ സ്വഭാവമല്ല, അതിലൊരു മുസ്ലിമിൻ്റെ വശീകരണങ്ങളല്ല. ഇസ്ലാമിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ആളുകൾ കടന്നു വരികയാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം കേട്ടിട്ട് ഒരുപാട് ആളുകൾ അവിടെ പരിശുദ്ധ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഹജ്ജിന്റെ മൂല്യം പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് യൂറോപ്യൻ ചിന്തകന്മാരുണ്ട്. അവർ ഹജ്ജിന്റെ മൂല്യം പഠിക്കുകയാണ്. അവർക്ക് അമുസ്ലിങ്ങളായത് കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള അനുവാദമില്ല, സ്വാതന്ത്ര്യമില്ല. ചരിത്ര പുസ്തകങ്ങളിലൂടെ എന്താണ് ഹജ്ജ്, എന്താണ് ഹജ്ജിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ എന്നത് പഠിക്കുകയാണ്. ഒറ്റ ഹജ്ജിലൂടെ മനുഷ്യത്വത്തിന്റെ പുരസ്കാരമാണ്. രാജാവും പ്രജയും രണ്ട് കഷ്ണം വസ്ത്രം ധരിക്കുകയാണ്. രണ്ട് വസ്ത്രത്തിൽ അള്ളാഹുവിന്റെ ആരാധനാലയത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ വലയം വെക്കുന്ന മുസൽമാൻ ഒറ്റ വാക്കാൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആഫ്രിക്കക്കാരനും ഒറ്റ ഭാഷ, ഇന്തോനേഷ്യക്കാരനും ഒറ്റ ഭാഷ, റഷ്യക്കാരനും ഒറ്റ ഭാഷ, ഇന്ത്യക്കാരനും ഒറ്റ ഭാഷ, സാക്ഷാൽ സൗദി അറേബ്യയിലുള്ള അറബിക്കും ഒറ്റ ഭാഷ. ഭാഷയുടെ വിഷയത്തിൽ പോലും ഏകീകരണത്തിലേക്ക്, ചിന്തയുടെ വിഷയത്തിലുള്ള ഏകീകരണത്തിലേക്ക് ഇസ്ലാം അവരെ കൊണ്ടുപോവുകയാണ്. ഹറം പാക് ഭീ ഏക്, ദീൻ ഭീ ഏക്, ഖുർആൻ ഭീ ഏക്, ഖിബ്ല ഭീ ഏക്, और कुछ बड़ी बात तो हुई मुसलमान भी एक. हरम पाक भी एक, ഖുർആൻ भी एक. ഇന്തോനേഷ്യക്കാരൻ പാരായണം ചെയ്യുന്ന ഖുർആനും അറബി ഭാഷയിലുള്ള ഖുർആൻ, റഷ്യക്കാരൻ ഓതുന്ന ഖുർആനും അറബ് ഭാഷയിൽ ലിഖിതമുള്ള ഖുർആൻ, മലയാളി പാരായണം ചെയ്യാൻ അവന്റെ മാതൃഭാഷ മലയാളമായിരുന്നിട്ട് പോലും അള്ളാഹുവിന്റെ കലാമായ ഖുർആനിന്റെ അക്ഷരം തെറ്റാതെ ഉച്ചരിക്കാൻ 10,000-കണക്കിന് മതസംവിധാനമുള്ള മദ്രസകൾ നമ്മുടെ നാട്ടുകാർ കെട്ടിപ്പൊക്കിയത് എന്തിനാണ്? ഖുർആനിന്റെ ഭാഷ നമ്മുടെ കുട്ടി പഠിക്കാനാണ്. ഖുർആനിന്റെ ഐഡിയോളജി നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചിരിക്കാനാണ്. ആ ഖുർആനിൽ നിന്ന് നമ്മൾ ദൂരെ പോകാൻ പാടില്ല എന്നർത്ഥം. വസമാനെ മേ മുഅസ്സസ് തേ മുസൽമാൻ ഹോകർ ആജ് ഹം ഖാർ ഹുയേ താരിഖേ ഖുർആൻ ഹോകർ. അന്നത്തെ കാലത്ത് നമുക്കൊക്കെ ഉഗ്രപ്രതാപം ഉണ്ടായിരുന്നു. പഴയകാലത്തെ മുസൽമാന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതാപങ്ങളിലൂടെയായിരുന്നു അന്നത്തെ മുസ്ലിം സഞ്ചരിച്ചത്. ആജ് ഹം ഖാർ ഹുയേ, ഇന്ന് നമ്മൾ പരാജിതരായിരിക്കുകയാണ്, ഇന്ന് നമ്മൾ നിന്ദ്യരായിരിക്കുകയാണ്. എങ്ങനെ? താരിഖേ ഖുർആൻ ഹോക്കർ. പരിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ മനോഹരമായ സ്മൃതികളെ, മനോഹരമായ സൂക്തികളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകണം. അതിൽ നിന്ന് സമുദായം ഒരുപാട് ദൂരെയായിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ തിരക്ക്, ഇന്ന് നമ്മുടെ സംഭാഷണങ്ങൾ എല്ലാം ഭൗതികതയ്ക്ക് വേണ്ടിയാണ്.
ഏകോദര സഹോദരന്റെ മാറിടത്തിൽ കടാര കുത്തിയിറക്കി അവനെ കൊലപ്പെടുത്തണം. അത് ചായ കുടിക്കുന്ന ലാഘവത്തോടെ ലോകം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താനൂരിലെ അഞ്ചുടിയിലെ ബഷീറിനെ സവാദിനെ കൊന്ന സൗജത്ത് തന്നെ പറഞ്ഞുപോയി. അവസാനം സവാദിനെ കൊല്ലുന്നതിന്റെ ഒന്നാം പ്രതിയായ ബഷീർ തന്നെ പറഞ്ഞുപോയി, സൗജത്തിന്റെ കാമുകൻ, എന്ത് ഞാൻ അദ്ദേഹത്തെ കൊല ചെയ്യാനുള്ള എല്ലാ ഇന്ധനവും എനർജിയും ശക്തിയും മനസ്സും എനിക്ക് തന്നത് അവന്റെ തന്നെ സഹധർമ്മിണിയാണ്. ഇത്രകാലം അവന്റെ കൂടെ കിടപ്പറ പങ്കിട്ട ബെറ്റർ ഹാഫ്, ജീവിതത്തിന്റെ നല്ല പാതി. ഒരു സഹധർമ്മിണിയായി ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു പെണ്ണിനെ പറ്റി ഇംഗ്ലീഷുകാരൊക്കെ വളരെ മനോഹരമായി പറയുന്നൊരു ആപ്തവാക്യാണത്. ബെറ്റർ ഹാഫ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല പാതി. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ജീവിതത്തിൻ്റെ നല്ല പാതി. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഭാഗധേയം സൃഷ്ടിച്ചിട്ട് എൻ്റെ സ്നേഹം, എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ കടപ്പാട്, എൻ്റെ ആർജവം, എൻ്റെ ആരോഗ്യം, എൻ്റെ മനസ്സ് എല്ലാം പകുത്തു നൽകാൻ എനിക്ക് മറ്റൊരവകാശമുണ്ടെങ്കിൽ അത് മൈ ബെറ്റർ ഹാഫ്, എൻ്റെ മറ്റൊരു വശം, അതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുപോയി. ആ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയിലൂടെയാണ് പരിശുദ്ധമായ ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരങ്ങൾ കടന്നുപോയത്. അവിടെ അല്ലലില്ലായിരുന്നു, അവിടെ അലട്ടലില്ലായിരുന്നു, അവിടെ സ്നേഹം മാത്രമാണ്. ഉസ്മാൻ ഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഗസീബ് രാജാവ് ഒരു പെണ്ണിനെ വഴിപെടപ്പോ പെണ്ണ് ഭർത്താവുണ്ട്, എന്നോട് ക്ഷമിക്കണം, എന്റെ ശരീരം മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്, രാജാവേ ക്ഷമിക്കണം, തസ്കരനല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, തമ്മാടിയല്ല ഞാൻ, മുഗ്ധശീലേ ദേവി തൻ ദാസ്യം കൊതിക്കൂമൊരുത്തൻ ഞാൻ, ഈ വീടേ കുദാസഗൃഹം എന്ന് പറഞ്ഞ് വള്ളത്തോൾ നാരായണ മേനോൻ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പറഞ്ഞാണ്ട് ഭാരതത്തിലുള്ള മനോഹര അത് ആ പകൽ കത്തിവെക്കുന്ന നമുക്കില്ല, അതൊന്നും മൂല്യമല്ല, അത് മൂല്യനിരാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കിഴക്കേ ജർമ്മനിയിൽ കാതറിൻ സ്റ്റോവർ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പത്രപരസ്യം ഇതിനോടകം തന്നെ വലിയ വൈറലായിരുന്നു, വലിയ ചർച്ചയായി. ആ പെണ്ണ് പത്രത്തിൽ കൊടുത്ത പരസ്യം എന്താണ്? ആ പെണ്ണ് പത്രത്തില് നട്ടെല്ല് നിവർത്തിയിട്ട് തന്നെ മാട്രിമോണിയുടെ പേജിൽ എഴുതിപ്പോയി, ഞാൻ കാതറിൻ സ്റ്റോവർ, എൻ്റെ വയസ്സ് 35, വരനെ തേടുന്നു. എന്നിട്ട് 4 കുട്ടികളുടെ അമ്മ, എൻ്റെ 1ാമത്തെ കുഞ്ഞ് ഫ്രാൻസുകാരനായ ഭർത്താവിലൂടെ ജനിച്ചത്, എൻ്റെ 2ാമത്തെ കുഞ്ഞ് ഇറ്റലിക്കാരനായ ഭർത്താവിൽ നിന്നുണ്ടായത്, എൻ്റെ 3ാമത്തെ കുഞ്ഞ് റോമക്കാരൻ്റെ സന്തതി, എൻ്റെ 4ാമത്തെ കുഞ്ഞ് എൻ്റെ രാജ്യമായ ജർമ്മനിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ 4 രാജ്യങ്ങളിലും പെടാത്ത 5ാമതൊരു കുഞ്ഞിനെ തരാൻ കെൽപ്പുള്ള വരനെ തേടുന്നു. വീണ്ടും ഞാൻ കാതറിൻ സ്റ്റോവർ, വയസ്സ് 35. വിദേശ മാധ്യമങ്ങളിൽ കിഴക്കേ ജർമ്മനിയിലെ വളരെ പ്രശസ്തമായൊരു പത്രത്തിൽ ഈ പരസ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജർമ്മനിക്കാരായ ആളുകൾക്കൊന്നും യാതൊരു ആലോസരമോ അസ്വാഭാവികതയോ ആശ്ചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് മലയാളക്കാരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തു. ഞാൻ പറയട്ടെ, ഈ കോലത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അഡൽട്ടറി സംവിധാനത്തിനുള്ള സാധുത സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമവിധേയമാക്കിയിരിക്കുന്ന പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇനി മതങ്ങൾക്ക് മേൽ ഭരണഘടന പറക്കുന്ന ഒരു കാലഘട്ടമാകുമ്പോൾ രാജ്യത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് കോടതി കയറേണ്ടി വരില്ല എന്ന ധൈര്യം വളർന്നു വരുന്ന കൗമാരക്കാരനും കൗമാരക്കാരിക്കും ലഭിക്കുമ്പോൾ വേണമെങ്കിൽ മലയാള മനോരമയിലും മലയാളി മംഗമാരുടെ ഇത്തരത്തിലുള്ള കാതറിൻ സ്റ്റോവറിനെ പോലെയുള്ള പരസ്യം പ്രത്യക്ഷപ്പെട്ടേക്കാം. അതിൽ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടായിരിക്കൂല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിങ്ങനെ അനുവദിച്ച് ഇതിൻ്റെ കിളിവാതിലുകളും കവാടങ്ങളും തുറന്നു കൊടുത്ത് യാതൊരു പ്രശ്നവുമില്ല. ചാകര പോലെ കാമുകന്മാരെ ഇഷ്ടം പോലെ സ്വീകരിക്കാൻ പറ്റുന്ന
അനാശാസ്യ പേക്കൂത്തുകാരുടെ സ്വാതന്ത്ര്യം മുഴുവൻ ലഭ്യമാകുന്ന പുതിയ വാണിജ്യ കലഹം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പോളങ്ങളിൽ ആണിന് പെണ്ണ്, പെണ്ണിന് ആണ് എന്നുള്ളത് 18 വയസ്സുള്ള ഒരു പൗരന്റെ അവകാശമാണ് എന്ന് വിധിയെഴുതിയ കോടതി വിധിയുടെ മുമ്പിലൂടെ ഒരു തലമുറ ഇനി ഇങ്ങനെ ജീവിക്കുമ്പോ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു, ഒരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ വഴി പോലും ബ്ലോക്കാക്കി അഭിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒന്ന് മാറടാ എന്ന് പറയാൻ ധൈര്യപ്പെടുന്നവൻ എന്റെ കാലത്തുള്ള അബൂബക്കറാണ്, എന്റെ കാലത്തുള്ള ഉമറാൻ. അതിനുപോലും ധൈര്യപ്പെടുന്നവൻ പിന്നെ അന്നത്തെ കാലത്തുണ്ടാകൂല. അങ്ങനെ കാമുകന്മാരോട് പറയാൻ ഒരാൾ ആർജവം കാണിച്ചാൽ അവർ എന്റെ കൂടെ ജീവിച്ച അബൂബക്കറിനെ പോലെയാണ്, അവർ ഉമറിനെ പോലെയാണ്. ആ സമുദായത്തിന്റെ ഇടയിൽ അവരുടെ സ്ഥാനം അത്ര മഹത്തരമാണ് എന്ന് പോലും പരിശുദ്ധ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ ഒരുപാട് വായനകൾ സമുദായത്തിൻ്റെ മുമ്പിൽ നമ്മൾ നടത്തേണ്ടിയിരിക്കുകയാണ്. കാരണം പ്രതിലോമകരമായിരിക്കുന്ന ഇത്തരം വിധിന്യായങ്ങൾ എങ്ങോട്ടാണ് ഭാരത സംസ്കാരത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഒരു ഭാഗത്ത് അയ്യപ്പ ദർശനത്തിന് വേണ്ടി ശബരിമലയിലേക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനം കൊടുക്കുക എന്നുള്ളത് ഹൈന്ദവ മത ആചാരങ്ങൾക്ക് അനുസൃതമായിട്ട് വിരുദ്ധമായ ഒരു തെറ്റായ കാര്യമാണെങ്കിൽ എന്തിനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ വിഷയത്തിൽ വാശി പിടിക്കുന്നത്? ശബരിമലയിലേക്ക് സ്വാമി അയ്യപ്പനെ കാണാൻ വേണ്ടി സ്വാമിമാര് പോകുമ്പോ സ്വാമിജിമാര് പോകണം എന്ന നിഷ്കർഷ ആരാധനയും അനുഷ്ഠാനവും നിർവഹിച്ചുകൊണ്ട് ഇരുമുടിക്കെട്ടും ആ തീരത്തെ കടന്നുപോയി അവിടെ നിന്ന് അയ്യപ്പനെ കാണാൻ കടന്നു പോകുന്ന സ്വാമികൾക്കില്ലാത്ത ഭക്തി എന്തിനാണ് പിന്നെ ബഹുമാനപ്പെട്ട വിധികർത്താക്കൾക്ക്? അടുപ്പിനില്ലാത്ത ചൂട് ചട്ടിക്കോ? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതൊക്കെ ഒരു തരത്തിലുള്ള ഡിവൈഡിങ് ആൻഡ് റൂൾ അല്ലേ? ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. നമ്മളെ മുസ്ലിം സഹോദരങ്ങളൊന്നും ശബരിമല വിഷയത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടക്കാതിരിക്കലാണ് ഭൂഷണം ലക്കും ദീനുക്കും വലിയ ദീൻ. അത് അവരുടേതായ മതവീക്ഷണ പ്രകാരം പാവനമായിട്ട് അവർ കാണുന്ന ഒരു സംസ്കാരമാണ്. ആചാര്യന്മാരുടെ ഇന്ത്യ, ഉപനിഷത്തുകളുടെ ഇന്ത്യ, മനുസ്മൃതിയെ പഠിപ്പിച്ച ഇന്ത്യ, മഹാഭാരത സംസ്കാരം, അവർക്കൊരു പാവനമായ സംസ്കാരം ഉണ്ടെങ്കിൽ ആ പാവനമായ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് രാജ്യത്തെ മുസ്ലിം മാപ്പിള കടന്നുപോയത്. എന്നിട്ടാണ് അത് കണ്ടിട്ടാണ് ആ മാപ്പിളക്ക് വേണ്ടി പറമ്പിന്റെ പാർശ്വഭാഗം മാപ്പിളയുടെ നമസ്കാര പള്ളി നിർമ്മിക്കാൻ നമ്പൂതിരി എഴുതി കൊടുത്തത്. ആ സംസ്കാരത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും ഭിന്നിപ്പിക്കുവാനുള്ള വളരെ ഹീനവും ദുഷ്കരവുമായിരിക്കുന്ന നടപടികളെ നമ്മുടെ നിലപാടുകളിലൂടെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം.